വിദ്യാഭ്യാസവും എഴുത്തും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി പകർത്താൻ നമുക്ക് ഭാഷയുണ്ട്. മലയാളത്തിൻ്റെ വരേണ്യ ഭാഷ, അച്ചടി ഭാഷ, ഈ സംസ്കൃത ഭാഷ, ഈ ഭാഷയൊക്കെ ഒരു സർക്കാർ മൊത്തത്തിലെടുത്തിട്ട് ഞാൻ എടുത്ത് മറിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് എൻ്റെ എഴുത്ത് മൊത്തം. ആരും ജാതി ചോദിച്ചിട്ടല്ല മദ്യപിക്കുന്നത്. ഭക്ഷണവും മറ്റുമൊക്കെ പങ്കുവെച്ച് കഴിക്കുന്നിടത്ത് അവർ ഏറ്റവും വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്ത്രീയുടെ ഒരു ബാറാനുഭവം കൂടി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ചെയ്യുന്നത് കൂലിപ്പണി ആയതുകൊണ്ട് മാത്രം ആരും എൻ്റെ കഥകൾ വായിക്കണ്ട. മേശിരിപ്പണിക്കാരനായ ശശി ഇന്നോ നാളെയോ മരിച്ചെന്ന് വരാം. പക്ഷേ ഇളവൂർ ശശി എന്ന ഒരു വ്യക്തി, ഒരു എഴുത്തുകാരൻ, ഒരു കഥയിലൂടെയോ അല്ലെങ്കിൽ ഒരു വാക്കിലൂടെയോ ഒരു വരിയിലൂടെയോ എങ്കിലും ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹമാണ് ഏറെയുള്ളത്. എൻ്റെ കഥകൾ മുഴുവൻ തദ്ദേശികത അല്ലെങ്കിൽ പ്രാദേശികതയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രാദേശികതയിൽ നിന്ന് ദേശീയതയിലേക്കും ദേശീയതയിൽ നിന്ന് അന്തർദേശീയതയിലേക്കും പാലസ്തീനിലേക്കും ഒക്കെ കടന്ന കഥയാണ് കൂഴ എന്നുള്ള കഥ. ആര് മാറ്റി നിർത്തിയോ അവരെ കൊണ്ട് തന്നെ ഉത്തരക്കടലാസിൽ ചെങ്കൽ ചുള എന്ന് തന്നെ എനിക്ക് ടിപ്പിക്കൽ സാധനം എഴുതി ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള അവകാശം കഴിവ് എനിക്കുണ്ട്. ഞാൻ അത് അസംസ്കൃത വസ്തുക്കൾ അയച്ചു വെച്ചിട്ടുണ്ട് വായനയിലൂടെ. പക്ഷേ ഇതേപോലത്തെ സാധനങ്ങൾ വരണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപാപ്പച്ചൻ, ഒരു അധ്യാപികയാണ്. തൃശ്ശൂർ വിമല കോളേജിൽ മലയാള വിഭാഗത്തിലെ അധ്യാപികയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ. പ്രത്യേകിച്ചും നമുക്കറിയാം, കേരളം മുഴുവനും പുസ്തകോത്സവങ്ങളുടെ കാലമാണ്. പുസ്തകത്തിൻ്റെയും വായനയുടെയും ചർച്ചയുടെയും കാലമാണ്. ഇത്രയും സജീവമായ ചർച്ച നടക്കുന്ന സമയത്ത് ബദൽ എഴുത്തുകളെക്കുറിച്ച്, പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യധാര പോപ്പുലർ കൾച്ചറൊക്കെ വായനയെ പല രീതിയിൽ ആഘോഷിക്കുമ്പോൾ, എഴുത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ ഇടങ്ങളിൽ നിൽക്കുന്ന 5 പേരോടൊപ്പം എഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. എങ്കിലും ധനുജ കുമാരി, തിരുവനന്തപുരത്തെ രാജാജി നഗറിലെ പ്രിയപ്പെട്ട ധനുജ ചേച്ചി, ഇപ്പോൾ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ധനുജ ചേച്ചിയുടെ പുസ്തകം സിലബസിൻ്റെ ഭാഗമായിരിക്കുകയാണ്. വിദ്യാഭ്യാസവും എഴുത്തും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി പകർത്താൻ നമുക്ക് ഭാഷയുണ്ട്. ആ ഭാഷയുടെ ആത്മവിശ്വാസത്തിൽ തന്നെ ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം എന്നുള്ള ഒരു പുസ്തകം ധനുജ ചേച്ചി പുറത്തിറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ, അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ജീവിതവും അവരനുഭവിക്കുന്ന വിവേചനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു പുസ്തകത്തിൻ്റെ 2ാം ഭാഗവും ഉടനെ വരികയാണ്. ധനുജ ചേച്ചിയെ സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. പ്രതാപൻ ചേട്ടൻ, ഞാൻ ചേട്ടൻ ചേച്ചി എന്നൊക്കെ വിളിക്കുകയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ബാറുമായി ബന്ധപ്പെട്ട്, മദ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പരിസരത്ത്, അത് ആ തൊഴിൽ ചെയ്യുന്ന, ആ തൊഴിലിടത്തിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് വരുന്നതെന്ന് തോന്നുന്നു. ബാർമാൻ എന്ന് പറയുന്ന ഒരു നോവൽ. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിലുള്ളത്, മറ്റനേകം മേഖലകളിൽ സജീവമായ എഴുത്ത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയധികം ബഹുസ്വരമായിട്ടുള്ള മനുഷ്യരെ കാണാൻ ഇടവരുന്ന ഒരു സ്ഥലമാണ് ബാർ. പ്രത്യേകിച്ച് നമുക്ക് അത്രയും കാണാൻ പറ്റില്ല, അതിൻ്റെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്രയധികം മനുഷ്യരുടെ അനുഭവങ്ങൾ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ പ്രതാപേട്ടൻ്റെ അഭിപ്രായങ്ങളും പ്രതാപേട്ടൻ്റെ അനുഭവങ്ങളും വളരെ പ്രസക്തമാണെന്ന് വിചാരിക്കുകയാണ്. പ്രതാപേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ പരിചയപ്പെടുകയാണ്. എൻ്റെ തൊട്ടിപ്പുറത്ത് സുഭാഷാണുള്ളത്. സുഭാഷ് ഒട്ടുപുറം മലപ്പുറത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ്. സുഭാഷിൻ്റെ എഴുത്ത് കഥകളിലും ബാലസാഹിത്യത്തിലും നിറഞ്ഞു നിൽക്കുന്നൊരു എഴുത്താണ്. നമുക്കറിയാം, ഏറ്റവും കുറച്ച് പരിഗണിക്കപ്പെടുന്നവരാണ് കുട്ടികൾ. ഏറ്റവും കുറച്ച്, ഒരുപക്ഷെ കുട്ടികളെ പരിഗണിക്കുമ്പോൾ പോലും മുതിർന്നവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ മുതിർന്നവരുടെ ചിന്താലോകത്തെ അതുമായി കണക്ട് ചെയ്യുകയൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ലോകത്തിലേക്ക് ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ സുഭാഷിനെ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ തദ്ദേശീയമായിട്ടുള്ള ജീവിതം, പ്രാദേശികതകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നിരീക്ഷിക്കൽ വളരെ കൗതുകമുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കുകയാണ്. സുഭാഷിനെ, പ്രിയപ്പെട്ട അനിയനെ സ്നേഹപൂർവ്വം ഈ വേദിയിൽ പരിചയപ്പെടുത്തുകയാണ്. എളവൂർ ശശി എന്നറിയപ്പെടുന്ന ശശിയേട്ടൻ. ശശിയേട്ടന് ഇതുപോലെ തന്നെ കൊല്ലം ജില്ലയിലാണ് ശശിയേട്ടൻ്റെ
സ്ഥലം, എങ്ങനെയാണ് തൻ്റെ ജീവിതം, അദ്ദേഹം എപ്പോഴും അഭിമാനത്തോടു കൂടി തന്നെ പറയാറുണ്ട് അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ, അദ്ദേഹം മേസ്തിരിപ്പണിയാണ് ചെയ്യുന്നത്. ആ തൊഴിലിടത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെയും എഴുത്തിനെയും കൂട്ടിയിണക്കുന്നത്, തൻ്റെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, തൊഴിലനുഭവങ്ങൾ, നാടിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് കഥകളിലേക്കും എഴുത്തിലേക്കുമൊക്കെ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സജീവമായി ഇപ്പോൾ നമ്മുടെ സമകാല കഥയിൽ നിൽക്കുന്ന ഒരാളാണ് ശശിയേട്ടൻ. ശശിയേട്ടനെയും ഈ വേദിയിൽ സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. റാസി ഒരുപക്ഷെ തിരുവനന്തപുരംകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു മേൽവിലാസങ്ങളും അവകാശപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്തിൻ്റെ എഴുത്തിൻ്റെയും കവിതയുടെയും മേൽവിലാസം വളരെ ജൈവമായി തന്നെ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് റാസിയുടെ കവിതാ സമാഹാരങ്ങൾ ഒരുപക്ഷെ സമാഹാരമായിട്ട് വായിച്ചില്ലെങ്കിൽ പോലും ഏതെങ്കിലും കവിതകളിലൂടെയൊക്കെ ഒരുപക്ഷെ നമ്മളെല്ലാവരും പോയി കാണും. ഇനിയും പുതിയ കവിതകൾ വരികയാണ്. പുതിയൊരു കവിതാ സമാഹാരത്തിൻ്റെ പേര് തന്നെ ബ്ലാക്ക് റോക്ക് എന്നാണ്. ആ പേരിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. റാസിയോട് നമ്മൾ ചോദിച്ചാൽ റാസി പറയും റാസി ദി ദരിദ്ര എന്നൊക്കെ റാസിയെ പരിചയപ്പെടുത്തും. റാസി ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്, ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ധനുജ ചേച്ചിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് എഴുത്തും തൊഴിലും എന്നുള്ളത് ബന്ധപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ധനുജ ചേച്ചി എഴുതി തുടങ്ങുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും അടിച്ചമർത്തപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ അനുഭവങ്ങളെ ഒരുപക്ഷെ നമ്മൾ സഹതാപത്തോടെയോ അല്ലെങ്കിൽ കരുണയോടെയൊക്കെ കാണും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ വളരെ കുറവാണ്. എങ്ങനെയാണ് മുഖ്യധാരയിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നത്, എങ്ങനെയാണ് ജാതി വിവേചനം അനുഭവിക്കുന്നത്, എങ്ങനെയാണ് സവർണ സമൂഹത്തിൽ, വരേണ്യ സമൂഹത്തിൽ അടിസ്ഥാന വർഗ്ഗക്കാർ ഇടപെടുന്നത്, അവർക്ക് എത്രത്തോളം സ്പേസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ എല്ലാ കാലത്തും പ്രശ്ന പരിസരത്തിൽ വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വെല്ലുവിളി നിറയുന്ന ഈ ലോകത്തിൽ ധനുജ ചേച്ചിയുടെ എഴുത്തിന് വലിയ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഈ എഴുത്തിടത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു, ആ ഒരു തീ, അത് കത്തിക്കാനുള്ള തീ എന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ധനുജ ചേച്ചിക്ക് മൈക്ക് കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധനുജകുമാരി എന്നാണ്. ഇവിടെ എന്നെ പരിചയപ്പെടുത്തി. ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തൊട്ടടുത്ത് ചെങ്കൽച്ചുളയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ രാജാജി നഗർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് ചെങ്കൽച്ചുള എന്ന് പറയാനാണ് ഇഷ്ടം. എൻ്റെ എഴുത്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേരിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. ചെങ്കൽച്ചുള എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ കൂടെയാണ് ഞാനടങ്ങുന്ന എൻ്റെ സമൂഹവും എൻ്റെ കുടുംബവും ജീവിച്ചു പോകുന്ന. അതേ പേര് അവരെത്രമാത്രം ആക്ഷേപത്തോടു കൂടും അല്ലെങ്കിൽ അതിനെ ഒരു അപമാനത്തോടെ പറഞ്ഞോ, അങ്ങനെയുള്ളവരെ കൊണ്ട് അഭിമാനത്തോടെ പറയിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ചെങ്കൽച്ചൂള എന്ന് തന്നെ പറയിപ്പിക്കണം. അതായിരുന്നു എൻ്റെ എഴുത്തിൻ്റെ ഒരു ഞാനൊരു ആത്മകഥയാണ് എഴുതിയെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ മാത്രം കഥയല്ല അത്. ഞാനടങ്ങുന്ന എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ ഒരു സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് ഞാനൊരു ആത്മകഥയായി ഒരു പുസ്തകത്തിൽ കൂടെ ആക്കിയത്. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 49 വയസ്സ് കഴിഞ്ഞ് 50ാമത്തെ വയസ്സിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഈ 50 വയസ്സിനിടയ്ക്ക് ഞാൻ എൻ്റെ സ്കൂൾ പഠനം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ചെങ്കൽച്ചുള എന്ന് പറയുമ്പോൾ ചിലർ പേടിയോടെ നോക്കുന്നു, ചിലർ അവജ്ഞയോടെ നോക്കുന്നു, ചിലർ നമ്മൾ ആരുമല്ല എന്നുള്ളൊരു മട്ടിൽ കൂടെ നോക്കുന്നു, മാറി നടക്കുന്നു, മാറ്റി നിർത്തുന്നു. അപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞു പ്രായമാണ്. പക്ഷേ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ പഠനം തന്നെ ഒരു 8-9 ക്ലാസ് വരെയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 1990 വരെയൊക്കെ ഞങ്ങളുടെ അവിടുത്തുള്ള കുട്ടികളുടെ പഠനം ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നിന്നു പോകുന്നൊരവസ്ഥയാണ്. കാരണം അതൊക്കെ പറയുന്ന ഒരുപാട് സമയം വേണം. എൻ്റെയൊക്കെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കഥ കേൾക്കുമ്പോൾ ആരും ഇരുന്ന് കേൾക്കേണ്ട, പുസ്തകം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്, വായിക്കാം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അങ്ങനെയൊക്കെ പഠനം നിന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളായിരുന്നു തമ്പാനൂർ UP സ്കൂള്. ആ സ്കൂളിൻ്റെ ഒരു പേര് മാത്രം ഞാൻ പറയാം. ആ സ്കൂളിൻ്റെ പേര് അറപ്പുര സ്കൂൾ എന്നായിരുന്നു. അറപ്പുര ആ സ്കൂളിൻ്റെ പേര്. പക്ഷേ ചെങ്കൽച്ചുളയിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായി മാറിക്കൊണ്ട് ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ്.
ഞങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തോടെ. പക്ഷേ അത് മറ്റുള്ളവർക്ക് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഇന്നങ്ങനെ ആ വാക്കുകളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ അലപ്പറകൾ, ഞങ്ങൾ അലച്ചും വിളിച്ചും പോകുന്നുണ്ട് അലപ്പറ. ആ സ്കൂളിൻ്റെ പേര് തന്നെ അറപ്പുര എന്നുള്ള സ്കൂൾ മാറി അലപ്പറ സ്കൂളെന്നായി. ആ സ്കൂൾ എന്തുകൊണ്ട്? ചെങ്കൽച്ചുളയിലെ കുട്ടികൾ പഠിക്കുന്നു, അവർ പോകുന്ന സന്തോഷം, ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ദേഷ്യങ്ങളും എല്ലാം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. അത് ഞങ്ങൾ ചുറ്റുപാടും നോക്കാറില്ല. കാരണം ഒതുക്കി വെക്കേണ്ടതല്ല സ്നേഹം, കുട്ടികളായിരുന്നാലും കളിച്ചു പോകേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതും വരുന്നതും വഴിക്കൊക്കെ ഞങ്ങളുടെ ആ ഒരു സന്തോഷം പൊതുസമൂഹം കണ്ടത് അലപ്പറകളായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു സ്കൂളിനെ തന്നെ അറപ്പുര എന്നുള്ള നല്ലൊരു പേരിനെ മാറ്റി അലപ്പുറ സ്കൂൾ. ഇന്നും ആ സ്കൂളിനെ അലപ്പുറ സ്കൂളെന്ന് പറഞ്ഞാൽ തമ്പാനൂർ ഭാഗത്തുള്ള ചുറ്റുവട്ടത്തുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. തമ്പാനൂർ UPS എന്ന് പറയുന്നേക്കാളും അത് ഒരു കഥ. അപ്പോൾ ആ ഒരു കഥ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം വന്നു. ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ വിദ്യാഭ്യാസം പോകുന്ന സാഹചര്യങ്ങളെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും കോളനിയുടെയൊക്കെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നത് മാത്രമല്ല, നമ്മളെത്ര ഒരു നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറിയാൽ പോലും തിരിച്ച് നമ്മളോട് പെരുമാറുന്നത് ഏറ്റവും മോശമായിട്ടായിരിക്കും. പക്ഷേ അവർ പുറത്ത് പറയുന്നത് നമ്മൾ പെരുമാറുന്നത് മോശമായിട്ടെന്നാണ്. കാരണം ചെങ്കൽച്ചൂളക്കാരോട് അങ്ങനെയുള്ള ഒരു സംസാരമാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു ഇതൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസത്തെ ബാധിച്ചിട്ടുണ്ട്, മക്കളുടെ ഭാവിയെ ബാധിച്ചിട്ടുണ്ട്, ഞങ്ങളടങ്ങുന്ന ഒരു തലമുറയെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു പുസ്തകമാക്കുക എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെയും അവിടെ ജീവിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെയും നല്ലൊരു സമൂഹം അവിടെ ജീവിക്കുന്നവർ, ആ സമൂഹത്തിൻ്റെയൊക്കെ അവരുടെ നല്ല മനസ്സായിരിക്കാം. പിന്നത്തെ കാലത്ത് പലരും ചെങ്കൽച്ചുള എന്ന പേര് പറയുമ്പോൾ നെറ്റി ചുളിക്കുകയും മാറ്റി നിർത്തപ്പെടുന്നവരുടെ മധ്യത്തിൽ ഇന്ന് ആ ചെങ്കൽച്ചുളയെക്കുറിച്ച് രാത്രികാലങ്ങൾ നെറ്റി ചുളിച്ച് തലച്ചോറ് പ്രവർത്തിച്ച് ആലോചിച്ച് പിറ്റേന്ന് ഉത്തരക്കടലാസിൽ എഴുതേണ്ടി വരുന്നൊരു കാലം അതെൻ്റെ പുസ്തകത്തിൽ കൂടെ എനിക്ക് സാധിച്ചു. ചെങ്കൽച്ചുള എന്നുള്ള പേര് ആര് മാറ്റി നിർത്തിയോ അവരെ കൊണ്ട് തന്നെ ഉത്തരക്കടലാസിൽ ചെങ്കൽച്ചുള എന്ന് തന്നെ എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മാത്രം വിജയമല്ല, ഞാനടങ്ങുന്ന മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുടെ ഞങ്ങളുടെ ഒരു ശക്തമേറിയ ഒരു വിജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഠനത്തിൻ്റെ ഗുണം കൊണ്ടല്ല, അനുഭവത്തിൻ്റെ ഗുണം കൊണ്ട്, ജീവിതത്തിൻ്റെ അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഇതുകൊണ്ട് ആ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ഒരു മറ്റ് മനുഷ്യരുടെ മനസ്സിനെ സാഹിത്യം കൊണ്ടോ കഥകൾ കൊണ്ടോ മാറ്റിയെടുക്കുന്ന ഒരു എഴുത്തല്ല, ജീവൻ്റെ എഴുത്തുകളാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. ഇന്നും ഞാൻ ഹരിതകർമ്മസേനയാണ് ജോലി ചെയ്യുന്ന. ആ ജോലിയോടൊപ്പം തന്നെ എൻ്റെ എഴുത്തും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, മൂന്നാമത് ഒരു പുസ്തകം കൂടെ എഴുതുന്നുണ്ട്. 2 പുസ്തകം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുന്നവർക്കൊക്കെ ഓരോ കഥകൾ പറയാൻ കാണും. ഞാൻ മാത്രം സംസാരിച്ചാൽ പോരാ, മൈക്ക് അവർക്ക് കൈമാറുന്നു. നന്ദി ധനുജ ചേച്ചി. ധനുജ ചേച്ചി പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ ആത്മകഥ ഒരാളുടെ മാത്രം ആത്മകഥയല്ല, അത് ഒരുപാട് സ്ത്രീകളുടെയും ഒരു സമൂഹത്തിൻ്റെയും ജീവകഥ തന്നെയായി മാറും എന്നുള്ളതിന് ആ പുസ്തകം തന്നെ തെളിവാണ്. പ്രതാപേട്ടനിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം മനുഷ്യരെ, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഒരു വിഹാര കേന്ദ്രമാണ് ബാർ എന്ന് പറയുന്നത്. ഒരുപാട് പുരുഷ അനുഭവങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ളതും ബഹുസ്വരമായിട്ടുള്ളതുമായിട്ടുള്ള അനുഭവങ്ങൾ, അതിൽ പല തട്ടിലുള്ള അനുഭവങ്ങൾ കാണും. സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ട് മുതൽ ആരോരുമില്ലാത്ത മനുഷ്യർ വരെയുള്ള, അനാഥരായിട്ടുള്ള ആലംബഹീനരായിട്ടുള്ള മനുഷ്യർ വരെയുള്ളവരുടെ അനുഭവങ്ങൾ അവിടെ ഉണ്ടാകും. ഈ ബാർമാൻ എന്ന് പറയുന്ന ഒരു നോവലിലേക്ക് എത്താനുള്ള ഒരു അനുഭവം എന്തായിരുന്നു? എന്തൊക്കെയാണ് എഴുത്തിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പ്രതാപേട്ടൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരവസരം തന്ന നിയമസഭാ പുസ്തകോത്സവ കമ്മിറ്റിക്കുള്ള എൻ്റെ ആദരവ് ആദ്യമേ പ്രകടിപ്പിക്കട്ടെ. ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇപ്പോൾ ഒന്ന് നിരാകരിക്കേണ്ട വർത്തമാനകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുരുഷന്മാർ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം എന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് സ്ത്രീകളും മറ്റ് എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ ഇടപെടുന്ന ഒരു സ്ഥലമായി ബാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാനാവില്ല. മാത്രമല്ല, ബാർ ഒരു സർവകലാശാല ആണെന്ന് എൻ്റെ ബാർമാൻ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ മണിയണ്ണൻ പറയുന്നുണ്ട്. സർവകലകളുടെയും
വിളനിലമായ അല്ലെങ്കിൽ എല്ലായിടത്തെയും പ്രകടനവേദി എന്നാണ് മണിയണ്ണൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന വിലാസങ്ങളില്ലാത്ത മനുഷ്യരുടെ ഇടത്താവളങ്ങളാണ് ബാർ ഹോട്ടലുകൾ എന്ന് ഞാൻ ആ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രഭാതത്തിൽ വരികയും മറ്റൊരു രാത്രിയിൽ അപ്രത്യക്ഷരാകുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടത്താവളങ്ങൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, ബാറിൽ ഞാൻ ബാർമാൻ എന്നൊരു തൊഴിൽ ഞാൻ ചെയ്തിട്ടില്ല. ബാർ അറ്റാച്ചർ ഹോട്ടലിൻ്റെ ചുമതല വഹിക്കുന്ന തൊഴിലാണ് ഏർപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ആ സമുച്ചയത്തിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊരുപാട് ഭാഗങ്ങളുള്ളതുപോലെ, റെസ്റ്റോറൻ്റ് ഉള്ളതുപോലെ, റൂം സർവീസ് ഉള്ളതുപോലെ, ബാങ്കറ്റ് ഹാൾസ് ഉള്ളതുപോലെയൊക്കെ ഒരു പ്രദേശമാണ് ബാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബാർമാൻ എന്നൊരു തൊഴിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ബാർമാൻ്റെ ജീവിതം കൃത്യമായി നിരീക്ഷിക്കാൻ എനിക്കായിട്ടുണ്ട്. ആഘോഷങ്ങളുടെയും നിശബ്ദ സാക്ഷിയാണ് ബാർമാൻ എന്നാണ്. എല്ലാ ആഘോഷങ്ങൾക്കും ദിവസങ്ങളിലും അവൻ മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്കാണ്. പിന്നെ ടീച്ചറിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ബാറിൽ ഇടപെടുന്ന ആളുകൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ അതിനകത്ത് ഇപ്പോൾ ധനുജ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരികയെങ്കിൽ, ചെങ്കൽച്ചുളയിലെ ഒരു കഥാപാത്രത്തിനെ ഞാൻ ആ നോവലിൽ ബാർമാനിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ആളുകൾ പുറത്തങ്ങനെ പറയാൻ മടിക്കുന്ന പഴയകാലത്തെ തോട്ടിപ്പണി ചെയ്യുന്ന ആളാണ്. വളരെ വലിയ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് 90 പകുതിക്കാണ്. 90 അവസാന കാലഘട്ടങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അക്കാലത്ത് ഇത്തരം ഒരു തൊഴിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ ഉച്ചയാകുമ്പോഴത്തേക്ക് 12 മണിയാകുമ്പോൾ അയാൾ ഒരു 4000-നും 5000-നും ഇടയ്ക്കുള്ള തുക സമ്പാദിച്ചിരിക്കും. ഈ 5000 രൂപ എന്ന് പറയുന്നത് 95-ൽ എത്ര വലിയ തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ 12 മണിക്ക് ഈ ജോലി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം, ഭീമാപള്ളിയിൽ പോയാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളുടെയും പിന്നെ ഡ്യൂപ്ലിക്കേറ്റുകളും ഒറിജിനലുകളൊക്കെ ഈ ഭീമാപള്ളിയിൽ വാങ്ങിക്കാൻ കിട്ടും. ടീച്ചർക്കറിയാം, അവിടെ കുന്നംകുളം എന്ന് പറയുന്ന തൃശ്ശൂരിലെ പ്രദേശം പോലെ ഈ ഭീമാപള്ളി പോയിൽ പലതരത്തിൽ മണമുള്ള സുഗന്ധദ്രവ്യങ്ങൾ വില കൂടിയതും കുറഞ്ഞതുമായി വാങ്ങിയാണ് ഇദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞാൽ കുളിച്ച് ഈ സുഗന്ധലേപനമൊക്കെ പൂശി സിൽക്ക് ഷർട്ടും മുണ്ടുമുട്ട് ഇയാൾ ആദ്യം ബാറിലേക്കാണ് വരുന്നത്. അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടുകിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന മറ്റ് മദ്യപന്മാരെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ, AG's ഓഫീസിലെ, അല്ലെങ്കിൽ അത്തരം വലിയ സ്ഥാപനങ്ങളിൽ ISROയിലെ ശാസ്ത്രജ്ഞൻ വരെയുള്ള ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും വളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊരു പുതിയ ഒരു ലോകം അവിടെ സൃഷ്ടിക്കുകയാണ്. അയാളതിൽ വലിയ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അവിടെ വന്നടിയുന്നു എന്ന് പറയുമ്പോൾ, ഏറ്റവും വലിയ അധോലോകത്തിലെ ആളുകൾ വരുമ്പോൾ അവരെ തിരക്കി നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അവിടെ വരികയാണ്. അവിടെ എല്ലാ ജാതി മതവും, അവിടെ ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു പ്രദേശവുമാണ്. അവിടെ ജാതിക്കോ മതത്തിനോ ആരും ജാതി ചോദിച്ചിട്ടല്ല മദ്യപിക്കുന്നത്. ഒരേ ഗ്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഒരേ പാത്രത്തിൽ ഈ പരസ്പരം ഈ ഭക്ഷണവും മറ്റുമൊക്കെ പങ്കുവെച്ച് കഴിക്കുന്നിടത്ത് അവർ ഏറ്റവും വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിൽ ജീവിതാനുഭവങ്ങളുടെ വളരെ 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 കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നത്, ഒരിക്കലും ഈ നോവലിൽ സക്കറിയ സാർ, ഞാൻ ഈ നോവൽ കൊറോണ കാലത്ത് എല്ലാ മനുഷ്യരെ പോലെയും വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന കാലത്ത് കിട്ടിയ സമയം കൊണ്ട് പലപ്പോഴായി എഴുതി തീർത്ത നോവലാണ്. നോവൽ വായിക്കാൻ ആദ്യം സക്കറിയ സാറിനാണ് കൊടുത്തത്. സാറ് ബാറെന്ന് പറഞ്ഞ് തന്നെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായിരുന്ന ബി മുരളി പഞ്ചമി ബാറെന്ന് പറഞ്ഞ് മറ്റൊരു കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ VR സുധീഷ് ഒട്ടേറെ കഥകളിൽ അദ്ദേഹം ബാർ പശ്ചാത്തലമാക്കിയിട്ടുണ്ട്. പുനത്തിൽ കുഞ്ചബ്ദുള്ളയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ചതിന് ശേഷം സക്കറിയ സാർ നോവൽ വായിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഇതുവരെ വായിച്ചിട്ടുള്ള നോവലുകളിൽ അദ്ദേഹം ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും ബാറിൽ പോയ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പല എഴുത്തുകാരും കഥകളിലും നോവലുകളിലൊക്കെ അവിടെ ഇവിടെയായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ജീവനക്കാരൻ അവൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ ലോകത്തെ കാണുന്നത്, അവൻ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്ന് പറയുന്ന ആദ്യത്തെ നോവലാണ് എന്ന് സക്കറിയ സാർ പറയുകയും എൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ബാർമാൻ എന്ന നോവൽ DC പ്രസിദ്ധീകരിച്ച് ഇപ്പോൾ 3ാം പതിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് വായന ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തരായ ഒരുപാട് ആളുകളെ, അപരിചിതരായ കുറേയേറെ മനുഷ്യരെങ്കിലും ഈ നോവൽ വായിച്ച് എന്നെ വിളിക്കുകയും
അവരുടെ ഈ വായനാനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തതിലുള്ള സന്തോഷം, അതിൻ്റെ ഒക്കെ ഒരു പരിണാമമാണ് ഈ സദസ്സിൽ എനിക്ക് സാന്നിധ്യമുണ്ടായത് എന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും അപരിചിതരെ ഒരു ബഹുസ്വരമായിട്ടുള്ള ലോകത്തിലേക്ക്, വൈവിധ്യങ്ങളിലേക്ക് നയിക്കാൻ പാകപ്പെട്ട ഒരു സ്ഥലമായി മാറി എന്ന് നിരീക്ഷിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് പ്രതാപേട്ടൻ. എന്തായാലും പ്രതാപേട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യം, പുരുഷന്മാരുടെ വിഹാരം മാത്രമല്ല സ്ത്രീകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളും അത്തരത്തിലുള്ള ഒരു നോവൽ എഴുതട്ടെ, അത്തരത്തിലുള്ളൊരു അനുഭവം, സ്ത്രീയുടെ ഒരു ബാറാനുഭവം കൂടി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സുഭാഷിലേക്ക് വരികയാണ്. സുഭാഷ് മലപ്പുറത്താണ്. ഞാൻ സുഭാഷ് ഇതുപോലെ തന്നെ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതല്ല എഴുത്തിൻ്റെ അടയാളമോ മാനദണ്ഡമോ എന്ന് അഭിമാനത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ അതിനെ തൊഴിലിനെയും എഴുത്തിനെയും രണ്ടായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കടൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സുഭാഷ് തന്നെ പറയാറുണ്ട്, കടൽ വരുന്നതുകൊണ്ട് കടലുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണോ ചെയ്യുന്നത് എന്ന് എപ്പോഴും സുഭാഷ് എല്ലാവരും ചോദിക്കാറുണ്ട് എന്ന്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു തദ്ദേശീയത, പ്രാദേശികത, ഗ്രാമജീവിതം, ഏറ്റവും ജീവിതത്തിൻ്റെ ബഹുസ്വരമായിട്ടുള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദേശത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്? ഈ തൊഴിൽ, വ്യത്യസ്തമായിട്ടുള്ളൊരു തൊഴിൽ ചെയ്യുമ്പോൾ പോലും ഈ എഴുത്തിടത്തിലേക്ക് എങ്ങനെയാണ് സുഭാഷ് വന്നത്? ഈ സുഭാഷ് ഓട്ടുപുറം എന്നുള്ള പേര് തന്നെ ആ രീതിയിൽ മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ എഴുത്ത് ഇടത്തിലേക്കുള്ള വരവിനെ കുറിച്ചൊന്ന് പറയൂ. സുഹൃത്തുക്കളെ നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പിന്നിലുള്ളവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നപ്പോൾ വളരെ നല്ല സ്വീകരണമായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു പരിചയപ്പെടാൻ പറ്റിയത്. അതിൽ ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനൊരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നൊരാളൊന്നുമല്ല. അവിചാരിതമായിട്ട് എഴുത്തിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുതി കഴിഞ്ഞപ്പോൾ ഇത് നല്ല രസമുള്ള പരിപാടിയാണല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഇതിനെ പിടിച്ചു നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറേ നല്ല കഥകൾ എഴുതണം എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. മറ്റൊരു സ്വപ്നം ഞാൻ കാണില്ല. എൻ്റെ ആദ്യകാല എഴുത്തുകളിൽ തദ്ദേശീയത അത്യാവശ്യം നന്നായിട്ട് കടന്നു വരുന്നുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഞാൻ കടലിനും പുഴയ്ക്കും നടുവിൽ ഏതാനും മീറ്ററുകൾ മാത്രം വീതിയുള്ള ദ്വീപ് പോലുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒട്ടുംപുറം എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ഈ ഗ്രാമം ഏറെ പ്രസിദ്ധമായത് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ബോട്ടപകടത്തിലൂടെയാണ്. ഒരു 22 പേര് മരിച്ച ബോട്ടപകടത്തിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും പത്രത്തിലും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ ഗ്രാമം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വെളിമ്പറമ്പിനെ വാസയോഗ്യമായ ഗ്രാമമാക്കി മാറ്റിയത് എൻ്റെ പൂർവികരാണ്. ആ ഭൂമി ആരുടേതുമല്ലാതിരുന്ന ഭൂമി അവർ തന്നെ കൈത, അന്ന് ധാരാളം കൈതകളുണ്ടാവും കടപ്പുറത്ത്. ആ കൈത വെട്ടി കൈത കുറ്റി കൊണ്ട് അതിര് തിരിച്ച് ഇതെൻ്റെ ഭൂമി, ഇതെൻ്റെ ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി സ്വന്തമാക്കി പിന്നീട് അതിന് പട്ടയം കിട്ടുകയും പിന്നീട് എന്തോ അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടോ മറ്റെന്ത് കാരണം കൊണ്ടോ അറിയില്ല, ആ ഭൂമി മൊത്തം അവർക്ക് നഷ്ടപ്പെട്ടു പോവേണ്ടി വന്നു. പിന്നെ വളരെ തുച്ഛമായ ഭൂമി മാത്രമേ ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആളുടെ കയ്യിലിരിക്കുന്നുള്ളൂ. അപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ഗ്രാമവുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡാണ്. ഇപ്പോൾ ഞാൻ ഈ തിരുവനന്തപുരത്ത് ഈ വേദിയിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സിപ്പോഴും ഒട്ടുംപുറത്താണെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പോലും നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ പഠിച്ചിരുന്നത്, ഞാൻ 8ാം ക്ലാസ് മുതൽ 10 വരെ പഠിച്ചിരുന്നത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. വീടിൻ്റെ അടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്താണ് ഹോസ്റ്റൽ. പക്ഷേ ആ ഗ്രാമത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം, അന്നും ഇന്നും വലിയ പ്രശ്നമായതുകൊണ്ട് അത് ആ 3 കിലോമീറ്റർ എനിക്ക് വലിയൊരു ദൂരമായിട്ടാണ് തോന്നിയത്. ഹോസ്റ്റലിൽ പഠിച്ച 3 കൊല്ലവും ഹോസ്റ്റൽ ജീവിതവുമായിട്ട് ഇഴുകിച്ചേരാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഗ്രാമത്തിലേക്ക് വരണം എന്നുള്ള ചിന്ത. വല്ലപ്പോഴും ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരും. കടപ്പുറത്തും പുഴയോരത്തൊക്കെ ഇങ്ങനെ കുത്തി മറിഞ്ഞ് കളിക്കും. അപ്പോൾ കടപ്പുറത്തെ പൂഴിമണ്ണൊക്കെ നമ്മുടെ പോക്കറ്റിലൊക്കെ അകപ്പെടുമല്ലോ, പാൻറ്റിൻ്റെ ഈ ഷർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ അകപ്പെടും. അപ്പോൾ വീട്ടുകാരെ അലക്കുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കില്ല. തിരിച്ച് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞ് ഈ ഷർട്ട് ഇടുമ്പോഴായിരിക്കും ഈ മണൽ നമ്മുടെ കണ്ണിൽ പെടുക. അപ്പോൾ ഈ മണൽ
അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വരില്ല. ഞാനത് കടലാസിൽ പൊതിഞ്ഞ് വെക്കും. എന്താ വെച്ചാൽ ഈ മണ്ണ് തിരിച്ച് എൻ്റെ ഗ്രാമത്തിൽ തന്നെ കൊണ്ടുപോയിട്ടാലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എൻ്റെ വളരെ വിചിത്രമായൊരു സ്വഭാവമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ എൻ്റെ ഒരു കഥയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഫ്രീക്ക് പയ്യൻ എന്നോട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, നിങ്ങൾ അതേപോലെ തന്നെയാണ് ഞാനും. നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ഇല പോലും മറ്റെവിടെയും കൊണ്ടിട്ടാൽ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലുള്ള ചില ഭ്രാന്തന്മാർ, അല്ലെങ്കിൽ ഗ്രാമത്തിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ഭ്രാന്തന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് വലിയ സന്തോഷമായി. അപ്പോൾ ആ ഗ്രാമത്തിനെയാണ് ഞാൻ എൻ്റെ കഥകളിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കടൽ, ഒത്തിരി കഥകളിൽ, എൻ്റെ എല്ലാ കഥകളിലും കടൽ എന്നുള്ളൊരു വാക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ ഞാനിതുവരെ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. എൻ്റെ കളികൾ മൊത്തം പുഴയിലായിരുന്നു. കടലിലേക്ക് ഇറങ്ങാൻ എന്തുകൊണ്ടോ അച്ഛനും അമ്മയും നമ്മൾ അനുവദിച്ചിട്ടില്ല. അദൃശ്യമായൊരു ലക്ഷ്മണരേഖ കടപ്പുറത്ത് ഇങ്ങനെ അവർ വരച്ചിട്ടിരുന്നു. അതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കടലിൻ്റെ വിസ്മയങ്ങൾ മൊത്തം കരയിലിരുന്നാണ് കണ്ടത്. എനിക്ക് കുറച്ചും കൂടി പ്രണയം തോന്നിയിട്ടുള്ളത് പുഴനോടാണ്. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കഥകൾ മുഴുവൻ തദ്ദേശികത അല്ലെങ്കിൽ പ്രാദേശികതയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. ഞാൻ കാണാത്ത ലോകങ്ങൾ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരുഭൂമി, ഒരിക്കൽ പോലും മരുഭൂമി സന്ദർശിക്കാത്ത ഞാൻ, എൻ്റെ 2 കഥകളിൽ പശ്ചാത്തലം മരുഭൂമിയാണ്. ആ കഥ വായിച്ചിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുഭാഷ് ഗൾഫിൽ എവിടെ വന്ന് നിന്നതെന്ന്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കാണാത്ത ലോകങ്ങളെ ചെന്ന് തൊടുക എന്നുള്ളത് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ ഗ്രാമത്തിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ കഥയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് തദ്ദേശീയതയും കടലും ഒക്കെ എൻ്റെ കഥയിൽ കടന്നു വന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പുതിയ കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് തന്നെ അതാണ്, ഗ്ലോക്കലൈസേഷൻ. ഗ്ലോബൽ പ്ലസ് ലോക്കൽ. ലോക്കലായിട്ടുള്ള പ്രാദേശികതയെ എങ്ങനെയാണ് നമ്മൾ ഗ്ലോബൽ ആക്കുക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ സ്വന്തം നാട്ടിലെ കടലിൽ നിന്ന് മണലാരണ്യത്തിലേക്ക് എത്തിയ ആ വളർച്ചയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. ഇനിയും സുഭാഷ് അത്തരത്തിൽ വളരട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പേര് കൂടിയാണ് ഇളവൂർ ശശിയേട്ടൻ്റേത്. ശശിയേട്ടൻ്റെ ഒരു കഥാസമാഹാരത്തിൻ്റെ പേര് കോന്ത്ര എന്നാണ്. മറ്റൊരു സമാഹാരത്തിൻ്റെ ഒരു പിച്ചണ്ടി എന്നാണ്. അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 വാക്കുകൾ നമ്മളൊരു പക്ഷേ ഈ ഭാഷയിലെ വാക്കുകൾ എന്താണ്, കഥയിലെ വാക്കുകൾ എന്താണ് എന്ന ആ തലക്കെട്ടുകൾ കണ്ടാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തുറന്നു നോക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ശശിയേട്ടൻ്റെ എഴുത്തിൽ എങ്ങനെയാണ് തൻ്റെ ജീവിതം, തൻ്റെ നാട്, തൻ്റെ അനുഭവങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മണം എന്നുള്ളൊരു കവിത പോലും വായിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു കവിത പോലും വായിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്, എല്ലാവരും മണം അനുഭവിക്കുന്നു, സ്പർശം അനുഭവിക്കുന്നു, കേൾവി, എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായിട്ട് അനുഭവങ്ങളായിട്ട് അത് മാറുന്നത് എന്നുള്ളതാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ തന്നെ ഒരു രസം. കാരണം എല്ലാവരും എഴുതുന്നത് മലയാള ഭാഷയാണ്. പക്ഷേ എങ്ങനെയാണ് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ഭാഷ ഇത്രയധികം വൈവിധ്യത്തോടെ നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ചേർത്ത് വായിക്കും. അതുകൊണ്ട് തന്നെ ശശിയേട്ടനോട് പറയാനുള്ളത്, ഈ ഒരു എഴുത്ത്, ഈ ഒരു ഭാഷ, ഈ ഒരു അനുഭവം എങ്ങനെയാണ് ഇത് സവിശേഷമായി വ്യതിരിക്തമായിട്ട് അതിനെ മാത്രമായിട്ട് എങ്ങനെയാണ് എഴുത്തിൽ ശശിയേട്ടൻ്റെ ആയിട്ടുള്ള ഒരു രീതി, ഈ എലവൂർ എന്നുള്ള പേര് എന്താണ്, എങ്ങനെയാണ് ഒരു ഒറ്റ പ്രസ്ഥാനമായി ശശിയേട്ടൻ ഈ പുതിയ കാലത്ത് നിലനിൽക്കുന്നത്, അതിനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. ആദ്യമേ തന്നെ ഞാൻ ഏറ്റവും ആദ്യമായി പറയേണ്ടത്, ഞാനിങ്ങനെ ഒരു ഇത്തരം വലിയൊരു വേദിയിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ ഇരുന്നൊന്നും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയും വിറയലൊക്കെ ഉണ്ടാകാം. പക്ഷേ ചില മരുഭൂമിയിലെ പെരുവെയിലിൽ തളർന്നിരിക്കുന്ന ഒരുവൻ്റെ അരികിലേക്ക് ചിലപ്പോഴൊക്കെ ആൽമരം നടന്നു വരാറുണ്ട്. തീർച്ചയാണ് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ചില ആൽമരങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നവർ തന്നെയാണ്. അവരാണ് ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതും. എന്നെ പരിചയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ കഥകൾ വായിച്ച ചില മനുഷ്യർ അന്നു മുതൽ എൻ്റെ കൂടെ എന്തോ എനിക്കൊരു തണലായിട്ട് അവരിങ്ങനെ കൂടെ നിൽക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളിൽ കൊമ്പുള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. അവൻ്റെ ഉള്ളിൽ എന്തെന്ന് ഒരിക്കലും മറ്റ് ജീവികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവൻ ഉപദ്രവകാരിയാണോ, പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ
ഒരിക്കലും ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. അത്തരം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ചില മനുഷ്യരിങ്ങനെ തണലുമായി കൂടെ നിൽക്കുമ്പോൾ വല്ലാതെ ഹൃദയം സന്തോഷത്താലും അതുപോലെ തന്നെ സന്തോഷ അശ്രുക്കളാലും നിറയുക പതിവാണ്. ഒരുപക്ഷെ കത്തുന്ന വിറകടുപ്പിൻ്റെ ഉള്ളിലെ വറചട്ടിയിൽ തല വേർപെടുത്താതെ തൊലിയുരിഞ്ഞ് മസാല പുരട്ടിയ ഒരു പിടക്കോഴി അതിൻ്റെ ശരീരത്തിൻ്റെ 3/4 ഭാഗവും തിളയ്ക്കുന്ന എണ്ണയിൽ മൊരിയുന്നുണ്ടായിരുന്നു. എങ്കിലും തുടിക്കുന്ന കണ്ണുകളോടെ താഴെത്തറയിൽ വിശന്നു കരയുന്ന തൻ്റെ കുഞ്ഞിന് തൻ്റെ ഉള്ളിലെ ആഹാരം തികട്ടിയിട്ട് കൊടുക്കുന്ന അമ്മ, ആ അമ്മയ്ക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്ത് അപ്പോഴും ആ കശുവണ്ടി ഫാക്ടറിയിൽ ഇരിക്കുമ്പോൾ പോലും ഇന്ന് ഈ 6 മക്കൾക്കും വൈകുന്നേരം എന്ത് കഴിക്കാൻ കൊടുക്കും എന്നുള്ളൊരു ചിന്തയാൽ അയലത്തെ വീട്ടിലെ ചക്ക മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ബന്ധു വീട്ടുകളിൽ പോയി ഇരുന്ന് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്ന, വീട്ടിലുള്ളത് തികയാതിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഈ പശുവിന് കാടി കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പാത്രം പശുവിൻ്റെ കാടി വെള്ളത്തിൽ കുറച്ച് പിണ്ണാക്കിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ആദ്യം ഇതിനെ കൊണ്ടുവന്ന് ഈ നിറച്ച പാത്രം ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അതിൻ്റെ മൂക്ക് കയറിലേക്കൊന്ന് പിടിക്കും. കാരണം ആദ്യമേ ഇത് ഉള്ളിലേക്ക് മുക്കളയിട്ട് ഈ പിണ്ണാക്കൊന്നും കഴിക്കാതിരിക്കാൻ അകത്തെ അതുപോലെയാണ് ഒരു പാത്രം പഴങ്ങഞ്ഞ് വെള്ളത്തിന് ഉള്ളിൽ ഒരു അല്പം റേഷനരി ചോറോ അല്പം മരച്ചീനിയോ അവശേഷിക്കുന്നത് എടുക്കുവാൻ വേണ്ടി അത് ആദ്യം ശ്രമിക്കുകയാണെങ്കിൽ, ആ കൈ താഴേക്ക് പോകുകയാണെങ്കിൽ അമ്മ ഇങ്ങനെ വാതിൽപ്പടിയിൽ നിന്നിട്ട് ഒരു നോട്ടം നോക്കും. അതിൽ വ്യക്തമാണ് താഴേക്ക് മുക്കളയിടണ്ട, ആദ്യം വെള്ളം കുടിക്കുക എങ്കിലേ വയറ് നിറയൂ എന്ന്. അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്നൊരു പക്ഷേ ഘടികാരത്തിൻ്റെ ഏറ്റവും വേഗത്തിലോടുന്ന സൂചി പോലെ എൻ്റെ ഭാര്യയും ഈ അമ്മയുടെ പാതയാണ് പിന്തുടരുന്നത്. കാരണം എൻ്റെ മക്കളെ ഒക്കെ കൊണ്ടുപോകാൻ അവർ നാളെ എങ്ങനെ വയറ് നിറയ്ക്കും എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും ആ ഒരു ചിന്തയിൽ വ്യാകുലപ്പെടുന്നവളാണ്. അതാണ് ഞാൻ പറഞ്ഞ ഘടികാരത്തിലെ ഏറ്റവും വേഗത്തിലോടുന്ന സൂചിയാണ് സ്ത്രീ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളത്. അന്നേരം ഇവരുടെയൊക്കെ ഈ ചലനങ്ങളൊക്കെ കണ്ടു തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആരും കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയും നിറം ഒന്നായതിനാൽ തിരിച്ചറിയപ്പെടാതെ പോയ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അദ്ദേഹം ഒരു കൃഷിക്കാരനോടൊപ്പം ഒരു ഭാഗവത പാരായണൻ കൂടിയായിരുന്നു. അദ്ദേഹം വൈകുന്നേരങ്ങളിൽ എന്നും ഞങ്ങൾക്ക് ആഹാരം തരുന്നതിന് മുമ്പ് ഈ പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഭാഗവതം ഇങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം വായിച്ചിട്ട് ഞങ്ങൾക്കതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തരും. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം എൻ്റെ സാഹിത്യ ജീവിതം ഇങ്ങനെ ചിട്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ഭാഷയിലും മറ്റുമൊക്കെ. അല്ലാതെ ഞാനും വലുതായിട്ടൊന്നും പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. എനിക്കധികം വായന അത്ര കണ്ടൊന്നും ഉള്ളയാളല്ല. ജീവിതം ഓരോ ദിവസവും ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ കല്ലിനോടും മണ്ണിനോടും സിമൻറ്റിനോടും കഥ പറഞ്ഞ ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആ ഒരു ആഹാരത്തിൻ്റെ വക അവിടെ പോകുമ്പോൾ അവിടെ ആ മറിക്കുന്ന ഓരോ താളുകളാണ്, അതിൻ്റെ ഓരോ താളുകളിലും വ്യത്യസ്തമായ നിറങ്ങളാണ്. ആ നിറങ്ങളെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്തുകൊണ്ട് വയ്ക്കുന്നത്. അന്നേരം അത് ഈ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് എൻ്റെ അധ്യാപകൻ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, മാധവൻ പിള്ള സാർ. അദ്ദേഹം പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥ പറയുമ്പോൾ അദ്ദേഹം കണ്ണുനീർ കൊണ്ട് അവസാനം ഇങ്ങനെ ആ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത്. കാരണം കഥ അങ്ങനെ ആയിരിക്കണം, കഥയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ദൃഢമാക്കിയ ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെ ജീവിതത്തിൽ ഞാൻ കണ്ട അനുഭവങ്ങൾ, ഒരുപക്ഷെ പിച്ചണ്ടി എന്ന മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കഥയിൽ എൻ്റെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കഥ എഴുതിയാൽ ഭാര്യ എന്നോട് ആദ്യം ചോദിക്കുന്നത് എഴുതിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതും എന്നെക്കുറിച്ചാണോ എന്നാണ്. അതുപോലെ എൻ്റെ നാട്ടുകാരും ആ പരിസരത്തുള്ള എല്ലാവരും തന്നെ, ഇനി ആ ഭൂമികയിൽ ആരും ബാക്കിയില്ല. ഓരോ കഥകളിലും ഓരോ മനുഷ്യരെയും, ഞാൻ കണ്ട ഓരോ മനുഷ്യരെയും അതുപോലെ പകർത്തി വയ്ക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും തൻ്റെ ജീവിതവും തൻ്റെ ജീവിത പരിസരവും എങ്ങനെയാണ് സത്യസന്ധമായ അനുഭവ ആവിഷ്കാരത്തിന് അവസരമാകുന്നത്, വേദിയാകുന്നത് എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു ശശിയേട്ടൻ. റാസിയിലേക്ക് വന്നാൽ നമ്മൾ മലയാള കവിതയെക്കുറിച്ച് എപ്പോഴും നമ്മൾ കവിതയെക്കുറിച്ച് പറയുന്ന ചില പൊടിപ്പും തൊങ്ങലും അലങ്കാരവും വെച്ചൊരു ഭാഷയുണ്ട്. ഇപ്പോൾ കാവ്യ നർത്തകി എന്ന് ചങ്ങമ്പുഴ കവിത തന്നെ എഴുതിയിട്ടുണ്ട്. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി.
അതിനോട് പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് കവിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിലതുകൂടിയാണ്. കവിത എതിർപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, തെരുവിന് ശബ്ദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, തെരുവിലും കവിതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിനെ മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലെ ഏത് തെരുവിലും ചേർത്ത് വെക്കാൻ പറ്റുന്ന, കേരളത്തിലെ ഏത് ബദൽ കവിക്കും പ്രചോദനമാകുന്ന ഒരു പേരാണ് റാസിയുടേത്. റാസിയുടെ ഈ രാഷ്ട്രീയത്തിന് പിന്നിലുള്ള വികാരം എന്താണ് എന്ന് ചോദിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട റാസി, എന്താണ് ഈ കവിതയുടെ വഴിയുടെ ലക്ഷ്യം? ഈ ഇരിക്കുന്ന 1, 2, 3, 4 ഇവരുടെ എഴുത്തും ജീവിതവും ആയിട്ട് എനിക്കൊരു ബന്ധം, എനിക്കല്ല, ഇവരുടെ എഴുത്തും ജീവിതവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. കാരണം ഇവരിക്കുന്ന ആരും എൻ്റെ ഒരു പുസ്തകം വായിച്ചതായിട്ട് അറിയില്ല. പ്രതാപട്ടണം വായിച്ചു കാണും. എൻ്റെ കവിതകൾ, ഞാൻ കവിത എന്നാണ് പറയണം. എഴുത്തിനെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ എഴുത്തിനെ കുറിച്ച് കവിത എന്നാണ് പറയണം. ഒരു പുതിയൊരു സാഹിത്യ രൂപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മലയാളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരൊരാളാണ് ഞാൻ എന്നൊരു അവകാശവാദം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലാണ് എല്ലാം എഴുതുന്നത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കൊറോണ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് വായിച്ചുകൊണ്ടിരുന്നു. എൻ്റെ തൊഴിലിടം, അതായത് ഈ തെരുവുകളിലൊക്കെയാണ് ജോലി. എൻ്റെ ഈ വഴിയുടെ കച്ചവടം, മാങ്ങ കച്ചവടം, തേങ്ങ കച്ചവടം, ആപ്പിള്, ഓറഞ്ച്, ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസകളുണ്ട്. 1000, 2000, 3000 കിട്ടും. പക്ഷേ ഇതിൻ്റെ പകുതി പൈസ ഞാൻ ഉപയോഗിക്കുന്നത് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, വാരികകൾ, മാസികകൾ, ഇപ്പോൾ ഭാഷാഭൂഷണി, മാതൃഭൂമി, ഈ സാധനങ്ങളൊന്നും എൻ്റെ സാധനം വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ കുറേ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കൊറോണ തുടങ്ങിയ സമയത്ത് ഞാൻ ഫേസ്ബുക്കിലേക്ക് വന്നു. അപ്പോൾ നോക്കിയപ്പം എന്താണ് സംഭവം, എന്താണ് എഴുത്ത്. അപ്പോൾ എല്ലാം ക്ലിഷേ എഴുത്ത്. ഇപ്പം ജീവിതം പറഞ്ഞുള്ള എഴുത്ത്, അനുഭവം പറഞ്ഞുള്ള എഴുത്ത്. പക്ഷേ അതിഭീകരമായ അനുഭവങ്ങളുള്ളതാണ് ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ അനുഭവം പറയാം, ഇത്രയേ ഉള്ളൂ. ഞാൻ തിരുവല്ലാണ് കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വിശന്ന്. ഞാൻ വീട്ടിലൊന്നും പോകാറില്ല. എനിക്കൊരു ഉമ്മ ഉണ്ട്. അനിയൻ്റെ വീട്ടിലാണ്. വേറെ ആരുമില്ല. ഭാര്യ, മക്കളോ, കാമുകിയോ അങ്ങനെ ആരുമില്ല. അപ്പോൾ നന്നായിട്ട് വിശന്ന്. പൈസ ഇല്ലായിരുന്നു കയ്യിൽ. ഞാൻ നടന്നു പോയപ്പോൾ ഈ നാടോടി സ്ത്രീകളുണ്ടല്ലോ, നാടോടി സ്ത്രീകൾ, അപ്പോൾ അവരെന്താ ഭക്ഷണം വേവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്താ അത് ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കീരിയുടെ ഇറച്ചിയാണ്, കീരി ഇറച്ചി കഴിച്ചു. അത് കഴിച്ച് 2 ദിവസം ഇൻഷാ അല്ലാഹ് കിടന്നു. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ എഴുത്തിലേക്ക് വരാം. മാജിക്കൽ സ്റ്റീറ്റിസം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. മാജിക്കൽ സ്റ്റീറ്റിസം മലയാളത്തിലെ ഈ ഇരിക്കുന്ന നിങ്ങൾ വായനക്കാരെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ആ പുസ്തകം, എൻ്റെ എഴുത്ത് എങ്ങനെ നിങ്ങൾ വായിക്കണം, അതല്ല എൻ്റെ എഴുത്തിനെ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള ഞാൻ പറഞ്ഞല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വായനക്കാർ തേടിയെടുക്കണം. ഇപ്പോൾ ഞാൻ പുതിയ എഴുത്തുകാരനാണ് നിങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇരിക്കുന്ന മിക്കവാറും പേരിൽ കുറേ പേര് എന്നെ ആദ്യമായിട്ട് കാണുമായിരിക്കും. മാജിക്കൽ സ്റ്റീറ്റിസം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. കവിതാ സമാഹാരമാണ്, കവിതാ സമാഹാരം. സാപ്പിയൻസ് ലിറ്ററേച്ചറാണ് ആ പുസ്തകം. അതിൽ തെരുവിൻ്റെ രാഷ്ട്രീയം, തെരുവിൻ്റെ തിയറി എന്താണ് കറക്റ്റാണ് ഉൾക്കൊള്ളിച്ചു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. നന്ദി റാസി. റാസിയുടെ കവിത മാത്രമല്ല, റാസി ഭാഷ, റാസി പദങ്ങൾ, റാസി പദാവലി എന്നൊക്കെ നമ്മൾ കാവ്യ കൂട്ടങ്ങളിലൊക്കെ എപ്പോഴും റാസിയെ ഓർമ്മിക്കാറുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത്. എങ്കിലും ഒരു വട്ടം കൂടി എല്ലാവരുടെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ധനുചേച്ചിയിലേക്കാണ്. ഈ എഴുത്തുമായിട്ട് നമ്മൾ പൊതു സമൂഹത്തിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും പറഞ്ഞതുപോലെ ഈ എഴുത്ത് ചെങ്കമായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? ചുരുക്കി പറയാം. അതെ, വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ 2ാമത്തെ പുസ്തകത്തിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങളും പിന്നെ ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷമുള്ള പൊതുസമൂഹത്തോട് നമ്മളോടുള്ള ആ ഒരു സമീപനം എങ്ങനെയാണെന്നുള്ള കൂടെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ കോളനിയിൽ ഇപ്പോൾ ദിവസവും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ചെങ്കൽച്ചുള കാണാൻ, ചെങ്കൽച്ചുളയിലെ ആൾക്കാരെ കാണാൻ. അവിടെ എന്താണ്, കാരണം ആദ്യമൊക്കെ അവിടെ വഴി നടക്കാൻ പോലും ആൾക്കാർക്ക് ഭയമായിരുന്നു എന്ന് അവരിങ്ങോട്ട് പറയുകയാണ്. പക്ഷെ അവിടെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം പൊതു സമൂഹത്തിൽ അവരുടെ ഉൾക്കാഴ്ച, മനസ്സിൽ ഓരോരുത്തർ ഇട്ടുകൊടുത്തിരിക്കുന്ന ഓരോ ഭാവന അനുസരിച്ചാണ് അവർ ചെങ്കൽച്ചുളയെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുസ്തകം വന്നതിന് ശേഷം അത് വായിക്കുകയും അതിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ
ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും, ഇന്നും കുറച്ച് പേരുടെ മനസ്സിലതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്നൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെ ഇവിടുന്ന് ഒരു വാഹനം വിട്ടിരുന്ന് കൊണ്ടുവരാം. അതിൽ വന്ന് സാറിനോട് ഞാനിങ്ങനെ സംസാരിക്കരുത്. കാരണം ഇന്നതൊരു മ്യൂസിയം പോലെ മാറിയിരിക്കുക. ചെങ്കൽച്ചുളയെ കാണാൻ ദിവസം ആൾക്കാർ വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ പുസ്തകത്തിന് പഠിക്കുന്ന കുട്ടികൾ, കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് കുറച്ച് കുട്ടികൾ, ഒരു 10-40ഓളം കുട്ടികൾ വരും. അവരവിടെ വന്ന് രാവിലെ എന്നെ വിളിച്ചു, ചേച്ചി എനിക്കിങ്ങനെ ഞങ്ങളിങ്ങനെ ചെങ്കൽച്ചുള ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉച്ചയ്ക്കാണ് എത്തിയപ്പോൾ അവർ വന്നത് ഡിസംബർ മാസം 21-ാം തീയതിയാണ് അവർ വന്നപ്പോൾ 2 കേക്ക് കൊണ്ടുവന്നു. ഒരു ന്യൂ ഇയർ കേക്കും ഒരു ക്രിസ്മസ് കേക്കും കോളനിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കോളനിക്കകത്ത് ഇറങ്ങിക്കോളാം. ഞങ്ങളുടെ കോളനിക്ക് ഒരു മെയിൻ എൻട്രൻസ് ഇല്ല, ഞങ്ങൾക്കൊരു വാതിലൊന്നുമില്ല, ഏത് ഭാഗത്തൂടെ വേണം വരാം. ആദ്യം വരുന്ന ആൾക്കാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഒരിടം പോയിട്ട് അവിടെ വന്ന് നിൽക്കുന്നതെല്ലാം ഒരുപോലെ ഇരിക്കും. ഈ കുട്ടികളെല്ലാവരും എല്ലാ വീട്ടുകാരടുത്ത് പോവുകയും സംസാരിക്കുകയും ഏത് വീട്ടിനകത്ത് അവർക്ക് കയറാൻ വരെ പറ്റും. കാരണം എവിടെ പോയിരുന്നാലും ഒരു വീട്ടിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഹാള് വരെ പോകാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ ഇത് അടുക്കള വരെ കയറാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ നാട്. അപ്പം വന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. കാരണം അവർ പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്ത് ഓരോ ടെൻഷനുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർ തന്നെ പറഞ്ഞു വിട്ട്, മക്കളെ ചെങ്കൽച്ചുളയിലാണ് പോകുന്നത്, സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു വിട്ടവരുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അമ്മയെ പോലെ, ഞങ്ങളുടെ അമ്മുമ്മയെ പോലെ, ഞങ്ങളുടെ ചേച്ചിയെ പോലെയൊക്കെ ആണെന്ന് പറഞ്ഞു. അവർ 40 കുട്ടികളും ഒരു ടീച്ചറും ഉണ്ടായിരുന്നു. അവർക്ക് 40 പേര്. പിന്നെ അവരത് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുട്ടി പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ പോലും അവർ ഇത്രയും നാളിനിടയ്ക്ക് കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് കേട്ടാൽ, നല്ല മനുഷ്യരാരാണെന്ന് കേട്ടാൽ ആ കുട്ടി പറയും ചെങ്കൽച്ചുളയാണെന്ന് പറയുമെന്ന് പറയും. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡും അംഗീകാരമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ചെങ്കൽച്ചുളയെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു മാറ്റം മാത്രമായി തീരാതെ അവിടെ വളർന്നു വരുന്ന പുതുതലമുറകൾക്ക് വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും കായിക രംഗത്തായിരുന്നാലും പൊതുസമൂഹത്തിൽ അവർക്ക് കിട്ടേണ്ടുന്ന സ്ഥാനങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുകൂടി ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ്. കാരണം ഒരിക്കൽ തൻ്റെ മകന് ചെണ്ട പഠിക്കാൻ കലാമണ്ഡലത്തിൽ പോയി ചെണ്ട പഠിക്കാനായിട്ട് അവസരം എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു എന്ന വേദനയോടെ എഴുതിയ ഒരാളാണ് ധനുജ ചേച്ചി. അതേ ചെങ്കൽച്ചൂളയെ തേടി ലോകം ഇങ്ങോട്ട് എത്തുകയും ചെങ്കൽച്ചൂള ലോകത്തോളം വലുതാവുകയും ലോകം ചെങ്കൽച്ചൂളയിലേക്ക് വരികയും ചെയ്യുന്ന ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ കുറച്ചുകൂടി ബഹുസ്വരമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രതാപേട്ടനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ അനുഭവങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരിടത്തെ, എഴുത്തിൻ്റെ ഒരു സ്ഥലത്തെ, അത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, എല്ലാവരും ബദൽ ജീവിതങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു ബദലിനെ കുറിച്ച്, ഈ ബദൽ എഴുത്തിനെ കുറിച്ച് പ്രതാപേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ബദലിൻ്റെ നിലനിൽപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ബദലിൻ്റെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ ബദൽ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്ന ആളുകളുടെ എഴുത്തിന് ലോകവ്യാപകമായി അംഗീകാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലരും മുമ്പ് പുറത്ത് പറയാൻ മടിച്ചിരുന്ന പല ബദൽ ജീവിതങ്ങളെയും അവർ ആഖ്യാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവരവരുടെ ജീവിതങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള ഒരു മടിയൊന്നുമില്ലാതെ അത് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണല്ലോ ഇത്. തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്മുടെ ചർച്ചയുടെ വിഷയത്തിൽ എഴുത്തും തൊഴിലും ഇഴചേരുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ തൊഴിൽ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ചിലയിടത്തൊക്കെ വിദ്യാഭ്യാസം 27-30 വയസ്സ് വരെയൊക്കെ പൂർത്തിയാകും. ജീവിതകാലം വരെ മുഴുവൻ നമുക്ക് പഠിക്കാമെന്ന് ഇരിക്കലും 30 വയസ്സ് വരെയെങ്കിലും ഒക്കെ പഠിക്കുന്ന ആളുകൾ ഉണ്ട്. എന്തായാലും 20 വയസ്സിനപ്പുറത്തേക്ക് മാത്രമാണ് തൊഴിൽ ജീവിതം ഒരു സാധാരണത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ മനുഷ്യായുസ്സിൽ ആരംഭിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതിനുശേഷമാണ് അവൻ ഈ തൊഴിൽ പരിസരവുമായി വരുന്നതും ആ തൊഴിൽ ജീവിതത്തിൻ്റെ ആഴത്തിൽ അഗാധമായി ആ തൊഴിലിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോഴാണ് അവനവൻ്റെ ആ ജീവിതം മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാളത്തിൽ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിറ്റുപോകുന്ന ചില പുസ്തകങ്ങളിലൊക്കെ ആളുകൾ അവരുടെ ജീവിതം അവർ തൊഴിലെടുത്തപ്പോൾ കിട്ടിയ ആ സമൂഹത്തിൻ്റെ ഇതാണ്. ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവലുകൾ പച്ചയും മഞ്ഞ ചുവപ്പിലൊക്കെ വരുമ്പോൾ അദ്ദേഹം തീവണ്ടി യാത്രയാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് നാട്ടുകാരനുമായ ശ്രീലാലിൻ്റെ പുസ്തകം സമ്പർക്ക്രാന്തി അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം, അതും അയാളുടെ തൊഴിൽ ജീവിതമാണ്. കാര്യം ട്രെയിനിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഓരോ മനുഷ്യരും
അവരെന്ത് തൊഴിൽ ചെയ്യുന്നോ അവിടെ നിന്ന് ആണ് ഉണ്ടാക്കിയെടുക്കുന്ന കഥകളാണ്. യഥാർത്ഥത്തിൽ മറ്റ് കഥകളിൽ വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ബദൽ ജീവിതമല്ലാത്ത സാധാരണ നിലയ്ക്ക് എഴുതുന്ന കഥകളിൽ വരുന്ന ഒരു സംഗതി, ഈ കഥകളെയെല്ലാം നമ്മൾ കെട്ടുകഥകൾ എന്നാണ് പറയുന്നത്. അത് കെട്ടിയുണ്ടാക്കുന്ന കഥകളാണല്ലോ. അപ്പോൾ ഈ കെട്ടുകഥകൾ കേട്ട് വളർന്ന ഒരു തലമുറ പുതുതായിട്ടൊരു കഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തരത്തിലായ എഴുത്തിനപ്പുറത്തേക്ക് അനുഭവം. ഇപ്പോൾ റാസി, വളരെ വർഷങ്ങളായി ഞാൻ റാസിയെ പരിചയക്കാരനാണ്. ഞങ്ങൾ റാസിയെ നിരന്തരം കാണുന്നുണ്ട്. ഞാൻ തൊഴിലെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ പരിസരത്താണ് റാസിയുടെയും കച്ചവടവും വിഹാര കേന്ദ്രവും ആ പരിസരങ്ങളിലാണ്. അങ്ങനെ റാസിയെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. റാസി അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പുസ്തകം വായിക്കുന്ന ഒരാളാണെന്നത്, അതാണ് അയാളുടെ ബദൽ ജീവിതം. അങ്ങനെ ചെയ്യുന്നവർക്ക് തൊഴിലെന്താണോ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇരുന്ന്, പിന്നെ തെരുവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നു കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ മാറിയിരുന്ന് ഓഷോ രജനീഷിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഷിനിലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ എത്തിക്കഴിയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് റാസി, അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ തൊഴിൽ ജീവിതത്തിൻ്റെ ബദൽ ജീവിതം അടയാളപ്പെടുത്തുന്നത്. അപ്പം ഞാൻ ഈ കണ്ട മനുഷ്യരിൽ വ്യത്യസ്തരായ ഈ മനുഷ്യരെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവർക്കെല്ലാം അവരുടേതായ ഒരു ജീവിതമുണ്ട്. കടന്നു പോകുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാർമാൻ അവൻ്റെ തൊഴിലിടത്തിൽ നിന്ന് ഒരു പക്ഷേ രാത്രി അവനിൽ നിന്ന് വളരെ ഒരു പെഗ് വാങ്ങി കഴിച്ച് അവനോട് സന്തോഷത്തോടെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരാളിൻ്റെ ചിത്രം പിറ്റേ ദിവസം പത്രത്തിലെ ഒരു അപകട വാർത്തയായാണ് വരുന്നത് എന്നത് അപൂർവമായ ഒരു കാര്യമല്ല. അപ്പം അത്തരത്തിൽ ഈ വരുന്ന ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട്, അവർക്കുമൊക്കെ ഓരോ ബദൽ ജീവിതങ്ങളുണ്ട് എന്നാണ് ഈ എഴുത്തിടത്തിൽ നിന്ന്, ഈ തൊഴിലിടത്തിൽ നിന്നുള്ള എഴുത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് മറുപടി പറയാം. സുഭാഷ്, ഇപ്പം നമ്മൾ ബദലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഭാഷ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ആദ്യ ഭാഗത്ത് സുഭാഷ് നമ്മളോട് പറയാൻ ശ്രമിച്ചത് എങ്ങനെയാണ് തൻ്റെ തൊഴിലിടം മറ്റൊന്നായിരിക്കെ എഴുത്ത് വേറൊരു രീതിയിൽ തുടർന്നുകൊണ്ട് പോരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ആമുഖമായിട്ട് സുഭാഷ് സംസാരിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് ഈ തൊഴിൽ, എല്ലാ ദിവസവും തൊഴിലിന് പോകണം, നമ്മുടെ അന്നമാർഗം നമ്മൾ നടത്തിക്കൊണ്ടേ പോയേ പറ്റൂ. ഞാൻ സുഭാഷിനെ വിളിക്കുന്ന ഒരു ദിവസം സുഭാഷ് പറഞ്ഞത്, ചേച്ചി ഞാനിപ്പോൾ ജോലിയെടുക്കുന്ന സ്ഥലത്താണ്, വൈകുന്നേരം എന്നെ വിളിക്കൂ എന്നാണ് സുഭാഷ് വളരെ സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, മുഖ്യധാരാ സാഹിത്യം ആഘോഷിക്കുകയും അതിന് പലതരത്തിലുള്ള തലങ്ങളും തട്ടുകളും ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ. പക്ഷെ അപ്പോൾ പോലും ഈ തൊഴിൽ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ എഴുത്ത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഈ എഴുത്തിൻ്റെ രാഷ്ട്രീയത്തെ എവിടെ പ്രതിഷ്ഠിക്കാനാണ്, എവിടെ വെക്കാനാണ് സുഭാഷ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്? പലരുടെയും തെറ്റിദ്ധാരണ ഞാനൊരു സ്കൂൾ അധ്യാപകനാണെന്നാണ്. ഞാൻ എൻ്റെ തൊഴിൽ കൂലിപ്പണിയാണ്, തേപ്പാണ് തൊഴിൽ, പ്ലാസ്റ്ററിങ് എന്ന് പറയും. ഇപ്പോൾ തേപ്പ് എന്ന് പറഞ്ഞ അർത്ഥം വേറെ, ആ തേപ്പല്ല. ഞങ്ങൾ രണ്ടാളും ഒരേ തൊഴിലാണ് ചെയ്യണത്. അപ്പോൾ ഈ തൊഴിൽ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു അങ്ങനെയുള്ളൊരു തൊഴിലല്ല. ഇപ്പോൾ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ടാവും സാഹിത്യത്തിൽ കൊണ്ടുവരാൻ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ തൊഴിൽ അങ്ങനെ സാഹിത്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ക്ലിക്കാവുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വശത്ത് നിൽക്കണ്, ഇത് മറ്റൊരു വശത്ത് നിൽക്കണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുഭാഷ് കൂലിപ്പണിയാണെന്ന് അറിയുന്നോട് ചോദിച്ചിട്ടുണ്ട്, കൂലിപ്പണി ആയതുകൊണ്ട് കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊരു കഷ്ടപ്പാടുമില്ല, ഒരു ദാരിദ്ര്യമില്ല, പണിയെടുത്താൽ പൈസ ഉണ്ട്. ഞാനൊരു ചെയ്യുന്നത് കൂലിപ്പണി ആയതുകൊണ്ട് മാത്രം ആരും എൻ്റെ കഥകൾ വായിക്കണ്ട, ആരും എൻ്റെ പുസ്തകങ്ങൾ വാങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പുസ്തകത്തിൽ, എൻ്റെ കഥകളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ മാത്രം എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. എൻ്റെ തൊഴിലിൻ്റെ പേരിൽ ആരും എന്നെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഞാൻ എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ തൊഴിൽ ചെയ്യുന്നതുകൊണ്ടുള്ള എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഞാനൊരു അധ്യാപകനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊരു കഥ എഴുത്തുകാരനായിട്ട് വരാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കാരണം അത്രയും ടെൻഷൻ ഉണ്ടാവും, ഒരുപാട് ജോലി തിരക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ 7 മണിക്ക് പണിക്ക് ഇറങ്ങണു. ആ സമയത്തൊക്കെ പലരും നല്ല ഉറക്കത്തിലായിരിക്കും. വൈകുന്നേരം 3-3:30 ആകുമ്പോഴത്തേന് പണിയൊക്കെ കഴിഞ്ഞ് വരും. പിന്നെ എൻ്റെ ലോകം വായന, എഴുത്ത്. വളരെ അധികം വായിക്കുകയും വളരെ കുറച്ച് മാത്രം എഴുതാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എഴുത്തുകാരനാവണമെന്ന് സ്വപ്നം കണ്ട് നടന്ന ആളേ അല്ല. അവിചാരിതമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയി, അതിൽ തുടരുന്നു. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ നേരം കൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല പ്രസാധകരൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും
കുറേ കഥകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ കഥകൾ എഴുതാൻ പറ്റിയെന്നുള്ളത് അത് അന്നേരത്തെ ഭാഗ്യം മാത്രമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. എത്ര കാലം എൻ്റെ അടുത്ത് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന പോലും എനിക്കറിയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സുഭാഷ് പങ്കുവെച്ചത്. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഈ തൊഴിലിന് സ്ട്രെസ്സില്ല, എനിക്ക് വളരെ സുഖമാണ് ഈ തേപ്പ് പണി എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും മേസ്തിരിപ്പണി തന്നെ ചെയ്യുന്ന ശശിയേട്ടനും കൂടിയുണ്ട്. ശശിയേട്ടൻ ഈ തൊഴിലിനെ ഏത് രീതിയിലാണ് കാണുന്നത്, ഈ തൊഴിലിനിടയിലെ എഴുത്തെങ്ങനെയാണ് കാണുന്നത്, ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ പൊതു സാഹിത്യത്തെക്കുറിച്ച്, ഇപ്പം നമ്മുടെ മലയാളത്തിലെ സാഹിത്യത്തെക്കുറിച്ച് ഇപ്പോൾ സുഭാഷും വായിക്കുന്നുണ്ട്, ശശിയേട്ടനും വായിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ വായിക്കുന്നവരാണ്. അപ്പോൾ ഈ പുതിയ സമകാലത്ത് ഈ എഴുത്തിനെ കുറിച്ച്, ഈ പുതിയ കാല എഴുത്തിൽ ശശിയേട്ടൻ്റെ ഒരു എഴുത്ത്, അതിനെ എവിടെ വെക്കാനാണ് ശശിയേട്ടൻ ആഗ്രഹം? ഈ തൊഴിലുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ ശശിയേട്ടൻ തുടർന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നത്, അതോ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളിലൂടെ തന്നെ തുടരുകയാണോ? എങ്ങനെയായിരിക്കും അത്? മനുഷ്യ മനസ്സിൻ്റെ അഗാധമായ ഇടങ്ങളിലേക്ക് ഉഴുന്നിറങ്ങാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. അത് ഓരോ മനുഷ്യനിലും ഒരു വ്യത്യസ്തമായ ജീവിത രീതികളുണ്ട്. നമ്മൾ പുറമേ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിൽ കൊമ്പുള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യനെന്ന്. ഞാൻ നേരത്തെ ടീച്ചർ ചോദിച്ചപ്പം വിട്ടുപോയതാണ് കോന്ദ്ര പിച്ചണ്ടി എന്നുള്ളത്. കോന്ദ്ര എന്നുള്ളത് ആ കഥയുടെ തുടക്കം അത് കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ കഥാമത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതായിരുന്നു. ആ ഒരു പുസ്തകം, എൻ്റെ 2ാമത്തെ പുസ്തകത്തിൻ്റെ പേരും കോന്ദ്ര എന്ന് തന്നെ. ഈ കോന്ദ്ര എന്നുള്ളത് അതിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ, കൊയ്ത്ത് കഴിഞ്ഞ പാടത്തും വരമ്പിലും ഊർന്നു വീണ് കിടന്ന നെൽക്കതിരുകളും നെൽമണികളും പെറുക്കി തൻ്റെ മാറാപ്പിലേക്ക് ശേഖരിക്കുന്നത് പഞ്ഞകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെന്നോണം കോന്ദ്രയുടെ ശീലങ്ങളിലൊന്നായി കഴിഞ്ഞിരുന്നു. കൊയ്ത്തുമെതി യന്ത്രത്തിൻ്റെ ആരവമൊഴിയുമ്പോൾ ഇന്നും അവൾ പാടത്തേക്ക് ഇറങ്ങും. കോന്ദ്രവേലത്താട്ടി ആ കാലമെല്ലാം കഴിഞ്ഞു, ഇത് യന്ത്രങ്ങളുടെ കാലമാണ്. അങ്ങനെ പഴയ കാലത്തിൻ്റെ കൊയ്ത്തും മെതിയുമൊക്കെയുള്ള ആ ഒരു സമയത്ത് കൊയ്യാനും മറ്റുമൊക്കെയായി വരുന്ന കോന്ദ്രവേലത്താട്ടി എന്ന ഒരു സ്ത്രീയുടെ, ഒരമ്മൂമ്മയുടെ കഥയാണ്. അവർ കാലത്തെ അതിജീവിച്ച് കൊറോണയൊക്കെ അതിജീവിച്ച് വരുന്ന ഒരു കാലഘട്ടത്തെയാണ്. അതുപോലെ പിച്ചണ്ടി എന്നുള്ളതും എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു മനുഷ്യൻ്റെ പേരാണ്. അത് തന്നെ ഒരു ഇതാണ്. ഈ പേര്, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അപരനാമം ഞാനൊരു പുസ്തകത്തിൽ പേരായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് ഈ കഥ എഴുതാൻ ആദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഈ മനുഷ്യൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ. എൻ്റെ വീടിന് കല്ലെറിയുകയോ ഒക്കെ. ഇളവൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചുപോയ, അങ്ങനെ ഒരു വലിയ വിവാദമായ ഒരു ഇടമാണ് ഇളവൂർ, കൊല്ലം ജില്ലയിലെ ഇളവൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞാനിപ്പം താമസിക്കുന്ന അവിടെ നിന്ന് 7 കിലോമീറ്റർ മാറി പെരുമ്പുഴ പുനിക്കന്നൂർ എന്ന സ്ഥലത്താണ്. അന്നേരം ഈ ഇളവൂരിനെ ചുറ്റിപ്പറ്റിയും ഒക്കെ നമ്മൾ ഒരു TV-യുടെ തൊട്ട് മുന്നിലിരുന്നിട്ട് അതിലെ ചിത്രങ്ങൾ നോക്കുമ്പോൾ അത്ര മികവ് കാണില്ല. പക്ഷേ ഒരല്പം മാറി നിന്നിട്ട് ആ TV-യിലേക്ക്, അതിലെ ദൃശ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ര വ്യക്തമായി അതിനെ കാണാൻ കഴിയും. അതുപോലെയാണ് എൻ്റെ നാടിനെ വിട്ട് ഒരല്പം മാറി നിരുന്ന് ആ നാടിനെ നോക്കുമ്പോൾ അവിടുത്തെ ഓരോ ഹൃദയസ്പന്ദനങ്ങളും ഞാൻ അതിൽ കാണുന്നുണ്ട്. അങ്ങനെ അത്തരം അവിടെ നടന്നതും നടക്കാത്തതുമായ, ഒരിക്കലും അതൊരു തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ ഇടങ്ങളിൽ ചിലപ്പോൾ ചില കൂടെ നിൽക്കുന്നവരൊക്കെ പറയുന്ന കഥകൾ, അങ്ങനെ പല കഥകളും, അങ്ങനെ കാൽ മുറിക്കപ്പെട്ടവൻ്റെ കാൽപ്പനിഭാവങ്ങൾ എന്ന കഥയൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പം ട്രൂ കോപ്പിയിൽ വന്ന സഖാവ് ഇന്ദിരാഗാന്ധി എന്നുള്ള കഥയും ഒക്കെ തന്നെ നമ്മുടെ പ്രാദേശികമായ ആ ഒരു ഇടവും ദേശീയതയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് കൂഴ എന്ന കഥയിൽ പാലസ്തീനിലേക്ക്, പ്രാദേശികതയിൽ നിന്ന് ദേശീയതയിലേക്കും ദേശീയതയിൽ നിന്ന് അന്തർദേശീയതയിലേക്കും പാലസ്തീനിലേക്കും ഒക്കെ കടന്ന കഥയാണ് കൂഴ എന്നുള്ള കഥ. അത് അങ്ങനെ പല കഥകളും അങ്ങനെ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, ഒരിക്കലും മേശിരിപ്പണി മാത്രം അതിന് ഒരു ഇതായിട്ട് വന്നിട്ടില്ല. മേശിരിപ്പണിയെ ഊന്നി, അല്ലെങ്കിൽ ഞാൻ ആ കഥയിലൂടെ എന്നെ കഥാപാത്രമാക്കിക്കൊണ്ട് ഞാനൊരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് ഞാൻ കൂടുതലും എൻ്റെ ഹൃദയവേദനകൾ കൂടി പകർത്താൻ കഴിയുന്ന ഒരു, എൻ്റെ കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്ന ഒരു കഥ. അതിലെവിടെയെങ്കിലും ഒരുപക്ഷെ ആ കഥയിലെ ഒരു ദുഷ്ടനായ കഥാപാത്രമായിരിക്കാം ഞാൻ, എൻ്റെ ഉള്ളിലുള്ള ഒരു മനസ്സ്. ഞാനൊരിക്കലും ഒരു നല്ല സത്യസന്ധനായ മനുഷ്യനല്ല. എന്നിൽ തിന്മയും രതിയും ക്രൂരതയും നന്മയും എല്ലാം
ഉണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ആ ഏറ്റക്കുറച്ചിലുകളിൽ നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രനെ നോക്കുമ്പോൾ അതിനുള്ളിൽ ചന്ദ്രക്കല കറുപ്പുണ്ടല്ലോ. പക്ഷേ നമ്മൾ ആ ചന്ദ്രനെ എത്രത്തോളം സ്നേഹിക്കപ്പെടുമ്പോൾ അതിനുള്ളിലെ ചന്ദ്രക്കല നമുക്ക് അവ്യക്തമായി മാറുകയാണ്. ഒരിക്കലും അതിലെ ആ കലപ്പ് മാറുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ അതുപോലെയാണ്. നമ്മളൊരു മനുഷ്യനെ ഇടപെടുമ്പോഴും ആ മനുഷ്യനോട് അടുക്കും തോറും ആ മനുഷ്യനിലെ തിന്മയെക്കാളും നന്മയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ആ മനുഷ്യനിൽ നമുക്ക് കൂടുതലായി തോന്നാറുണ്ട്. അതുപോലെ കഥകളിലും അതേ കണക്ക് തന്നെ എൻ്റെ ചുറ്റുപാടുകളും ഒക്കെ തന്നെയാണ് ഞാൻ പകർത്താൻ ശ്രമിക്കുന്നത്. നമ്മളെപ്പോഴും കാര്യങ്ങളെ കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ ഇരുട്ട് വെളിച്ചം എന്നുള്ള രണ്ട് ദ്വന്ദ്വങ്ങളിൽ നിർത്തേണ്ട ആവശ്യമില്ല. അതിനിടയിലുള്ള പലതരം അടരുകളെ കുറിച്ച് തന്നെയാണ് ശശിയേട്ടൻ സംസാരിച്ചത്. നേരത്തെ റാസി പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തുടരുകയാണ്. റാസി പറഞ്ഞു, ഈ തെരുവിൽ നിൽക്കുമ്പോഴും ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നിരീക്ഷിക്കാൻ ഉള്ള റാസിയുടെ ഒരു ആലോചന, പ്രത്യേകിച്ചും എല്ലാ പുസ്തകങ്ങളും കാണുന്നു, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ എഴുത്തുകൾ വായിക്കുന്നു. ഈ ഒരു നിരീക്ഷണം, ഇപ്പോൾ ചില എഴുത്തുകളിൽ എങ്ങനെയാണ് അനുഭവം ഒരു ക്ലീശയായി മാറുന്നത്, എങ്ങനെയാണ് അത്തരത്തിലുള്ള പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ ലോകം ആസ്വദിക്കുന്നത്, അഭിരമിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ തിരുവനന്തപുരം നഗരത്തിൽ തുടരുമ്പോൾ, തെരുവിൽ നിൽക്കുമ്പോൾ നിശ്ചയ ലോകത്തെ, നമ്മുടെ എഴുത്തു ലോകത്തെ റാസി എന്താണ് അവരെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദമൊന്നുമില്ല. ഈ എഴുത്തും തൊഴിലും ഇപ്പം പ്രതാപേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതാപേട്ടൻ എഴുതിയ നോവല് ബാർമേൻ എന്ന നോവല് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ 3-ാം പതിപ്പായി. അതുപോലത്തെ പുസ്തകം മലയാളത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. വ്യത്യസ്തമായ സാധനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പം രവി എന്നൊരു എഴുത്തുകാരനുണ്ട്. രവി മലയാളത്തിൽ കഥാകൃത്താണ്. ഇപ്പം നമ്മൾ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന എഴുത്തുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ തീവ്രമായ അനുഭവങ്ങൾ, ഇപ്പം മുഹമ്മദ് അബ്ബാസ് എന്നൊരു എഴുത്തുകാരൻ, പുള്ളിയുടെ പുസ്തകങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ, പുള്ളി ഫേസ്ബുക്കിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ പുസ്തകങ്ങൾ ഇങ്ങനെ മുഖ്യധാര മാധ്യമങ്ങളെ, മുഖ്യധാര DC മാതൃഭൂമി പോലത്തുള്ളവർ ഏറ്റെടുക്കുന്നു. അനുഭവം, ഉന്മാദം, വിഷാദം, ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ. പക്ഷേ പുള്ളി ജെന്യൂനായിട്ട് എഴുതുന്ന സാധനമാണ്. പക്ഷേ അതേപോലത്തെ ടിപ്പിക്കൽ സാധനങ്ങൾ ഒരു 10,000 എഴുതിയുണ്ടാക്കാൻ എനിക്ക് പറ്റും. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാഷയിൽ, അതായത് ഒരു ഗ്രാവിറ്റി, ശിശുഭാഷ എന്ന് തോമസ് കുട്ടി എൻ്റെ ഒരു പുസ്തകം മാജിക്കൽ സീരീസ് വായിച്ചിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ഈ മലയാളത്തിൻ്റെ വരേണ്യ ഭാഷ, അച്ചടി ഭാഷ, ഈ സംസ്കൃത ഭാഷ, ഈ ഭാഷയൊക്കെ ഒരു സർക്കാസ് മൊത്തത്തിലെടുത്തിട്ട് ഞാൻ അങ്ങനെ എടുത്ത് മറിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് എൻ്റെ എഴുത്ത് മൊത്തവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഈ തൊഴിൽ എല്ലാ എഴുത്തിലേക്ക് കടന്നു വരാം. ഇപ്പം ബാർമാൻ എന്നുള്ള നോവൽ അതെഴുതാൻ പറ്റുന്നത് ഷിൻലാലേട്ടൻ്റെ നോവലിനെ കുറിച്ച് പറഞ്ഞു. സമ്പർക്കാന്തി ഷിൻലേട്ടൻ ആ ഒരു ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ആ സാധനം. പക്ഷേ തൊഴിൽ ഇപ്പോൾ ഇവരൊക്കെ എഴുതുന്നത് ഇപ്പോൾ സമയം കിട്ടുന്നു. സുഭാഷ് ചേട്ടൻ പറഞ്ഞ് സമയം കിട്ടുന്നു എഴുതാൻ. പക്ഷേ ഞാൻ എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേറെ ഒരു മാതൃഭൂമിയോ അല്ലെങ്കിൽ ഒരു മുഖ്യധാര ഇതൊന്നും അവസരം തന്നിട്ടില്ല എഴുതാൻ വേണ്ടി. കാരണം അവർ ആ എഡിറ്റർമാർ വായിച്ചിട്ട് ഇത് എന്താണ് കവിതയെന്ന് ചോദിക്കുക. അത് ആദ്യമായിട്ട് എൻ്റെ ഒരാൾ വായിക്കുമ്പോൾ തോന്നി ഇവരാണ് എഴുതുന്നത്, ഇതാണ് എഴുത്ത്. പക്ഷേ എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. എൻട്രോ എന്നൊരു പുസ്തകമുണ്ട്, മാജിക്കൽ സീരീസ് എന്നൊരു പുസ്തകമുണ്ട്, പിന്നെ ജെ എന്നൊരു പുസ്തകമുണ്ട്. 3 പുസ്തകം വിപണിയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ എഴുത്തിൽ ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ട്, തൊഴിലിടങ്ങളുടെ ഈ മേന്മ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം പത്മനാഭനെ കുറിച്ച് പണ്ട് പറയുന്നത് പുള്ളിയാണ് ഏറ്റവും നല്ല പ്രസവാനുഭവം എഴുതിയിട്ടുള്ളത്. പുള്ളി സ്ത്രീയല്ല, പുരുഷനാണ്. പുള്ളി അങ്ങനെ ഏറ്റവും മികച്ച പ്രസവാനുഭവത്തെക്കുറിച്ച് എഴുതുന്ന പത്മനാഭൻ, മഹാമാരിയായ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുത്തിലും തൊഴിലാണ് ടോപ്പിക് വിഷയം. പക്ഷേ ഞാൻ എഴുതുന്നു പറഞ്ഞാൽ എനിക്ക് വേറെ സ്ഥലങ്ങൾ നോട്ട്ബുക്കിൽ നിന്ന് എഴുതിയപ്പോൾ ഈ മൊബൈൽ എടുക്കും. ഇപ്പോൾ ഓറഞ്ച്, ഇപ്പം 4 വലിയ വണ്ടി, വണ്ടിയിൽ ഇങ്ങനെ ഓറഞ്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ആശയം വരും, സാധനം ഒരാളെ കാണും. അപ്പോൾ ഞാൻ ഒരു മനുഷ്യനെ കണ്ടു. ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ പാട്ട് പാടുന്നു, പോനാൽ പോകട്ടും പോടാ. അപ്പോൾ ആ മനുഷ്യൻ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പം തന്നെ പരിചയപ്പെടും. എന്താണ് ഇങ്ങനെ പോട്ടെ ജീവിതം ഇങ്ങനെ. അപ്പം ഞാൻ 2 വരി എഴുതി. തെരുവ് തബലയിൽ ചുമ്മാ ജീവിതത്തെ കൊട്ടിയാടുന്നു ഞാനും അദ്ദേഹവും. ഞാൻ എഴുതുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 4 വലിയ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ അതിനിടയ്ക്ക് ഒരു ആശയം കിട്ടുന്നു. ഒരു ഗവൺമെൻറ് വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇപ്പോൾ എഴുതുന്നത്. ദരിദ്ര, നേരത്തെ ചാച്ചി പറഞ്ഞല്ലോ, വിശപ്പെന്നാണ് ആ കവിതയുടെ പേര്, ഞാൻ എഴുതിയ കവിതയുടെ പേര്. ആദിയിൽ തെരുവ് കച്ചവടമുണ്ടായെന്ന് റാസി, എന്നെ കൂടെ ചേർത്ത് റാസി ഡി ദരിദ്ര. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പക്ഷേ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന എഴുത്തുണ്ടല്ലോ, ഈ എഴുത്തുകൾ ഇപ്പോൾ ഈ മുഖ്യധാര ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്തരം സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രതാപേട്ടനെ പോലത്തുള്ള സാധനങ്ങൾ, ഗംഭീര സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ VJ മുഹമ്മദ് ഷെഫീൻ്റെ നോവലാണ് കീമിയ എന്നൊരു നോവൽ.
അതൊന്നും വായിക്കപ്പെടുന്നില്ല. ഇപ്പം എല്ലാവർക്കും വേണ്ടത് എന്താണ്? സ്വന്തം ജീവിതാനുഭവം. എനിക്ക് ടിപ്പിക്കൽ സാധനം എഴുതി ഉണ്ടാക്കാൻ പറ്റും, അതിനുള്ള അവകാശ കഴിവ് എനിക്കുണ്ട്. ഞാൻ അതിന് അസംസ്കൃത വസ്തുക്കൾ അയച്ചു വെച്ചിട്ടുണ്ട് വായനയിലൂടെ. പക്ഷേ ഇതേപോലത്തെ സാധനങ്ങൾ വരണം. പ്രതാപൻ്റെ നോവൽ, ഇപ്പോൾ ഈ സുഭാഷിൻ്റെ ധൃതരാഷ്ട്രം എന്നൊരു കഥ, അത് ഈ പറയുന്ന ആൾക്ക് എഴുതാൻ പറ്റൂല. ആർക്ക്? ഫേസ്ബുക്കിലൊക്കെ എനിക്ക് ഇതെല്ലാ ദിവസവും ഞാൻ കുറിപ്പിടുന്ന ആളാണ്. ഞാൻ ചുമ്മാ സർക്കാസമാണ്. 22 വർഷം കൊണ്ട് വായന എഴുത്തും ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ എഴുത്തും തൊഴിലും അത് എല്ലാം കടന്നു വരെ എഴുത്തിലേക്ക്. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ, ഇമാതിരി സാധനങ്ങൾ വരണം. ഇപ്പോൾ എൻ്റെ ഒരു ആത്മകഥ ഒരു പ്രസംഗം ചോദിച്ചിട്ടുണ്ട്, അതിനൊരു ടൈറ്റിൽ തന്നിട്ടുണ്ട്, തെരുക്കുറൾ എന്നാണ്. എനിക്കറിയാതെ എനിക്ക് മാർക്കറ്റുണ്ട്, അത് അങ്ങനെ ആ ഒരു സാധനം ആ രീതിയിൽ എഴുതാൻ പറ്റും. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഇങ്ങനത്തെ സാധനങ്ങൾ വരണം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. റാസിയാണ്, സുഭാഷാണ്, ധനുജകുമാരിയാണ് എന്നാണ് റാസി വളരെ ആത്മവിശ്വാസത്തോടുകൂടി പങ്കുവെക്കുന്നത്. കാരണം ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന എഴുത്തുകൾ, ഇപ്പോൾ വിപണി തീർച്ചയായിട്ടും, ഇപ്പോൾ റാസി തന്നെ പറഞ്ഞ ഒരു പോയിന്റ് അതാണ്, എൻ്റെ എഴുത്തിന് മാർക്കറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് റാസി പറയുന്നത്. കാരണം കാലം, സമൂഹം, സാഹിത്യം, പ്രസാധകർ, വിപണി, വ്യവസായം, ഇതൊക്കെ എങ്ങനെയാണ് അനുഭവത്തെ വിപണിയിലേക്ക് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ബദലുകളെ ചേർത്ത് വെക്കുക? ഓരോരുത്തരും അവരവരുടെ അനുഭവത്തെ, ഈ അനുഭവം തട്ടിപ്പല്ല, ഈ തട്ടിപ്പുള്ള അനുഭവങ്ങളല്ല, വളരെ കനമുള്ള അല്ലെങ്കിൽ ജീവിതമുള്ള, ആ ജീവിതത്തെ കറുപ്പും വെളുപ്പും മാത്രമായിട്ടല്ലാതെ ജീവിതത്തിനെ അതേപോലെ തന്നെ, ഇപ്പോൾ റാസി പറഞ്ഞ പോലെ, റാസി പറഞ്ഞൊരു വാക്കുണ്ട്, പോണാൽ പോണ്ടിട്ടിടും എന്ന് പറഞ്ഞതുപോലെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് കവിതയെക്കുറിച്ചും റാസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അനുഭവത്തെ, അതിനെ എല്ലാവരും അനുഭവം തന്നെയാണ് എഴുതുന്നത്, പക്ഷെ ഞങ്ങളുടെ അനുഭവത്തെ എന്താണ് മാറ്റി നിർത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരങ്ങളാണ് നമ്മളിവിടെ കേട്ടത് മുഴുവനും. ഇനി എത്ര സമയം ഉണ്ട് എന്ന്? 5 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഒരു പ്രാവശ്യം കൂടി എല്ലാവരിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ റാസി പറഞ്ഞു നിർത്തിയത് എഴുത്തിൻ്റെ വഴിക്ക് പോകട്ടെ, തൊഴിലിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. എങ്കിൽ പോലും ഇപ്പോൾ ധനുജ ചേച്ചി ഹരിത കർമ്മസേന അംഗമാണ്. നമുക്ക് ഹരിത കർമ്മസേന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒറ്റ ചിത്രമേ ഉള്ളൂ. നമ്മൾ സർക്കാരിൻ്റെ പോസ്റ്ററുകൾ ഉൾപ്പെടെ നമ്മൾ കാണുന്ന ഒരു ചിത്രം മാലിന്യം എടുക്കുന്ന സ്ത്രീകളുടെ ചിത്രമാണ്. ഇപ്പോഴും അത്തരം പോസ്റ്ററുകളിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഹരിത കർമ്മസേന ധനുജ ചേച്ചിയുടെ പുസ്തകത്തെ ഏറ്റെടുത്തത്? ഈ തൊഴിലിടം ധനുജ ചേച്ചിക്ക് എന്താണ് തൊഴിലിടം ധനുജ ചേച്ചിയോട് പറഞ്ഞത് ഈ പുസ്തകത്തിന് ശേഷം? എനിക്ക് എന്ത് പറയാം, ഞാനും ഹരിതകർമ്മസേന കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം എനിക്ക് എൻ്റെ ജോലിയും എഴുത്തും ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. ഞാനൊരു എഴുത്തുകാരിയും അല്ല എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. എങ്കിലും കിട്ടുന്ന സമയങ്ങളെ ഒരിക്കൽ പോലും ഞാൻ എഴുത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ഇപ്പം റാസി പറഞ്ഞതുപോലെ തന്നെയാണ്, ഞാൻ പോകുന്ന വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ പലതരത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ കാണാൻ കൂടെ പറ്റുന്നുണ്ട്. പല ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പലരുമായിട്ട് നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് സംസാരിക്കാനും പറ്റും. പക്ഷെ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ കൂടുതൽ എഴുതുന്നത് എൻ്റെ അനുഭവങ്ങൾ, കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്നത്, എഴുത്തിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്തായിരിക്കാം അവർ നമ്മളോട് സംസാരിക്കുന്ന രീതികളോ അല്ലെങ്കിൽ നമ്മളോട് മറ്റൊരാളോട് അവർ പെരുമാറുന്ന രീതികളെ കാണുമ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് എഴുതുമ്പോൾ ഹരിതകർമ്മസേനയുടെ ബില്ലും ബുക്കൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോഴെനിക്ക് എഴുതാൻ തോന്നിയാൽ ചിലപ്പോൾ ആ ബുക്കിൻ്റെ ഒരു സൈഡിലായിരിക്കും എഴുതുന്നത് കാര്യങ്ങൾ. കാരണം എഴുത്തിന് വേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റി വയ്ക്കാനൊന്നുള്ള ഒരാളല്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരാളല്ല. എൻ്റെ എഴുത്തിൻ്റെ ശീലവും ഞാൻ എഴുതി ശീലിച്ചതും പണ്ട് തൊട്ടേ അങ്ങനെയാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്ക് എഴുതാനോ ഉള്ള ഒരു വീടോ കെട്ടിറപ്പുള്ള ഒരു മുറിയോ ഒരു മേശയോ ഡയറിയോ പേനയോ ഒന്നും ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ. തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളും ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടുമാണ്. വലിയ വലിയ ലൈബ്രറികളുണ്ടെങ്കിൽ പോലും പോയി ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന ശീലം, വായിക്കാൻ ആഗ്രഹമുണ്ട്. ആ ലൈബ്രറികളൊന്നും ഞങ്ങളെ കയറ്റുന്ന ഒരു ലൈബ്രറികളൊന്നും അല്ലായിരുന്നു, കോളനീൻ്റെ കുട്ടികളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതര ശീലത്തിൽ കൂടെ വളർന്നു വന്ന ഒരാളല്ല. അപ്പോൾ പലപ്പോഴും എഴുതണമെന്ന് തോന്നുമ്പോൾ എഴുതിയിട്ടുള്ളത് എഴുതിക്കഴിഞ്ഞ അക്ഷരങ്ങളുടെ പുറത്തോടെയാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മയൊക്കെ അരിയൊക്കെ വാങ്ങാൻ പറഞ്ഞു വിടുമ്പോൾ പണ്ടൊക്കെ ന്യൂസ് പേപ്പർ അതിലൊക്കെയാണ് നമുക്ക് അരി പൊതിഞ്ഞ് തന്നു വിടുന്നത്. അപ്പോൾ ആ അരി കൊണ്ടുവന്ന് അമ്മ അരി ഒരു പാത്രത്തിലോട്ട് തട്ടി വെച്ച് ചിലപ്പോൾ ആ പത്രം എടുത്ത് ഞാൻ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും എഴുതും. അപ്പോൾ ആ അക്ഷരങ്ങളുടെ പുറത്തൂടെ തന്നെ എഴുതും. ആ പേപ്പർ അപ്പോൾ തന്നെ അമ്മ വാങ്ങി തീ കത്തിക്കുന്ന ഒരവസ്ഥ. കാരണം അത് സൂക്ഷിച്ച് വെക്കണം, നാളെ ഞാനൊരു എഴുത്തുകാരിയാകും, അല്ലെ എഴുതാൻ വേണ്ടി ഉള്ള ഒരാളാണ് ഞാൻ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ.
അപ്പോൾ അങ്ങനത്തെ ഒരു എഴുത്താണ് ഞാൻ ശീലിച്ച എഴുത്ത്. ആ എഴുത്താണ് ഇന്നും എൻ്റെ കൂടെയുള്ള. കാരണം ഇപ്പോൾ എനിക്കിവിടെ ഇരുന്നിട്ട് 5 പേര് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും എനിക്കതിന് പെട്ടെന്ന് എനിക്ക് എഴുതണമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങ് പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് റാസി എന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അനുഭവം. കാരണം ഞാനും റാസിയൊക്കെ ഒരേ ജീവിത ശൈലി പോകുന്നവരാണ്. കാരണം ഞങ്ങളുടെ രീതി ഇതാണ്, പറയുന്ന കാര്യങ്ങൾ ഉറച്ചു പറയും, തെറ്റോ ശരിയോ ഞങ്ങൾക്ക് പറയാനുള്ള ഉറച്ചങ്ങ് പറയും, തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എഴുത്തെന്ന് പറയുന്നത്. ഞങ്ങളുടെ എഴുത്തെന്ന് എനിക്ക് തോന്നുന്നു പറച്ചിലും എഴുത്തുമായിട്ടാണ് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം കേൾക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ അനുഭവം അതായിരിക്കും എഴുത്തെന്ന് തോന്നുന്നു. ആ എഴുത്ത് ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കൊണ്ടുപോകുന്നു. ജീവിതവും അനുഭവവും എഴുത്തും ജോലിയും ഒന്നും വേറെ വേറെ ആയിട്ട് കാണുന്ന ഒരാളല്ല, അതങ്ങനെ തന്നെ പോകുന്നു. സന്തോഷം ധനുചേച്ചി. പ്രതാപേട്ടനോടാണ്. ബാർ അല്ലാതെ ഉള്ള ഒരിടം കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എഴുത്തിൽ. അപ്പോൾ ബാർമാൻ മാത്രമല്ല പ്രതാപേട്ടൻ എഴുതിയിട്ടുള്ളത്. ആ ഒരു എഴുത്തുകളെക്കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം തന്നെ ഔചിത്യമുള്ള ചില ചോദ്യങ്ങൾ കൊണ്ട് ഈ ചർച്ച ഏറെ സജീവമാക്കിയ അനൂപ പച്ചൻ മോഡറേറ്ററോടുള്ള നന്ദിയും പറയട്ടെ. പിന്നീട് ഞാൻ ബാറിൻ്റെ പശ്ചാത്തലത്തിൽ ആകെ ഒരു നോവലാണ് എഴുതിയിട്ടുള്ളത്. 40-40ഓളം കഥകൾ മലയാളത്തിലെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴൊന്നും ഒരു കഥ പോലും ബാർ പശ്ചാത്തലത്തിൽ ആകെ ഒരേ ഒരു കഥ മാത്രമാണ് ലിയോനാർഡോ ഡാവിഞ്ചി എന്ന് പറഞ്ഞ് ബാർ പശ്ചാത്തലം. ബാക്കിയെല്ലാം മറ്റ് ജീവിതം. അതിൻ്റെ അടുത്ത് ഉടനെ വരാൻ പോകുന്ന പുസ്തകം ഒരു ബാലസാഹിത്യ നോവലാണ്. അപ്പോൾ എഴുത്തിൻ്റെ പല മേഖലകളിലാണ്. നമ്മൾ തൊഴിലെടുക്കുന്നത് കൊണ്ട് മാത്രം ആ തൊഴിൽ മേഖലയിലുള്ള അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ പകർത്തി വെച്ചാൽ അത് എഴുത്താവും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. MD എവിടെയോ പറഞ്ഞതുപോലെ കാണാത്ത ലോകങ്ങളെക്കുറിച്ച് എഴുതുന്ന മനുഷ്യരാണ്. കാരണം അമേരിക്കയിലെ ഏറ്റവും 100ഓളം നിലകളുള്ള സമുച്ചയത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് കാണാത്തൊരു ലോകത്തെക്കുറിച്ച് എഴുതുന്ന എഴുത്തുകാരാണ് യഥാർത്ഥത്തിൽ ജീവിതം അറിയുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പരിസരത്തെക്കുറിച്ച് മാത്രം പറയുന്നിടത്ത് അല്ല കഥകൾ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയാം. അത്തരം കഥകൾ കണ്ടെത്താനും അത് വീണ്ടും എഴുതാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. സുഭാഷിനോട് നേരത്തെ ചോദിക്കാൻ മറന്ന ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ബാലസാഹിത്യത്തെ കുറിച്ചിട്ടാണ്. ഈ കുട്ടികളുടെ ലോകത്തിലേക്ക് കടക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തെ കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതിനടുത്ത് കേൾക്കണില്ല. അതിൻ്റെ മൊത്തം ക്രെഡിറ്റും കൊടുക്കേണ്ടത് എൻ്റെ മോള് സംഘമിത്രയ്ക്കാണ്. ഈ കുട്ടിക്ക് എപ്പോഴും കഥകൾ കേൾക്കണം. അപ്പം നമ്മൾ മല്ലനും മാധവനും പിന്നെ പുലി വരുന്നേ പുലി ഇങ്ങനെയുള്ള കഥകളെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എൻ്റെ കയ്യിലുള്ള കഥ മൊത്തം തീർന്നിട്ടും ഈ കുട്ടിൻ്റെ കഥ കേൾക്കാനുള്ള പൂതി തീരണില്ല. അവസാനം ഇവൾക്ക് വേണ്ടി എന്തുകൊണ്ട് കഥ എഴുതിക്കൂടാ, അല്ലെ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തുകൊണ്ട് കഥ എഴുതിക്കൂടാ എന്നുള്ള ആലോചനയിൽ നിന്നാണ് ആദ്യത്തെ നോവലായ കടപ്പുറത്തെ കാവോതി എഴുതുന്നത്. പിന്നീട് ഏകദേശം ഒരു 5 നോവലുകളും അത്രത്തോളം കഥകളും കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ കഴിഞ്ഞു. ഈ അടുത്ത് എൻ്റെ ഏറ്റവും പുതിയ കുട്ടികൾക്ക് വേണ്ടി നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ മോൾക്ക് മോളെ വായനയിലേക്ക് ഞാൻ കൊണ്ടുവന്നെങ്ങനെയാണ്, ഈ കുട്ടികൾ പ്രേതകഥകളാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞാനിത് ലാപ്ടോപ്പിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പേടിക്കണ പോലെ അഭിനയിച്ച്. അപ്പോൾ ഈ കുട്ടി വന്ന് എന്നോട് ചോദിക്കാം, അച്ഛൻ എന്താ പേടിക്കണത്? ഞാൻ പറഞ്ഞു, ഞാനിത് എഴുതിയത് വായിച്ചു നോക്കി പേടിയായി പോയിരിക്കുന്നു. അച്ഛൻ എഴുതിയിട്ട് അച്ഛൻ തന്നെ പേടിക്കുകയാണ്, അത് നല്ല പരിപാടിയാണല്ലോ എന്ന്. അങ്ങനെ ആൾ ഇൻട്രസ്റ്റോടുകൂടി അത് വായിച്ച്. അപ്പോൾ ഞാൻ ഏകദേശം പകുതിയായപ്പോൾ ഞാൻ ചോദിച്ച് പേടിയാവുണ്ടോന്ന്. അപ്പോൾ ഇവള് പറയും, എനിക്ക് പേടിയാവില്ല, ചിരിയാണ് വരുന്നത്. പക്ഷെ അതിലുള്ള ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് ഞാൻ ആദ്യം അമ്മമ്മ എന്നാണ് എഴുതിയത്, പിന്നെ രണ്ടാമത് എഴുതിയപ്പോൾ അച്ചമ്മ എന്നാക്കി. അപ്പോൾ ആദ്യത്തെ അമ്മമ്മക്ക് അതേപോലെ തന്നെ കിടക്കുമ്പോൾ ഈ കുട്ടി അതൊക്കെ കണ്ടിട്ട് ഒരു സ്ഥലത്ത് അമ്മമ്മ, ഒരു സ്ഥലത്ത് അച്ചമ്മ, അതൊക്കെ മാറ്റണം അച്ഛ. പിന്നെ ഉണ്ടായിരുന്നത്ര പറഞ്ഞിരുന്നത്ര ഒരു പാരഗ്രാഫ് തന്നെ 4-5 അത്ര വന്നത് ബോറാണത് മാറ്റണം. അങ്ങനെ അവളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ള നോവൽ എഴുതിക്കൊണ്ട്. എൻ്റെ മകൾക്ക് നന്ദി, ഇപ്പം എൻ്റെ 2ാമത്തെ മകൾക്ക് നന്ദി. ഇനിയിപ്പോൾ ഒരു 3ാമതൊരു മോനാണ്, അവനും കഥ കേൾക്കാൻ ആഗ്രഹമുള്ള മോനായിട്ട് തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്. അവർക്കൊക്കെ നന്ദി, വായിച്ച കുട്ടികൾക്ക് നന്ദി, മുതിർന്നവരിലെ കുട്ടികൾക്കും നന്ദി. കൂടുതൽ കുട്ടിക്കഥകൾ എഴുതട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കുറച്ച് ഇവിടെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ശ്രമങ്ങൾ തന്നെ വളരെ വികൃതവും വികലവുമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്താണ് ശശിയേട്ടൻ്റെ ഭാവി പരിപാടികൾ? ശശിയേട്ടൻ പ്രവാസ ജീവിതത്തിലേക്കൊക്കെ പോവുകയാണ് എന്നൊക്കെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ പറയുകയുണ്ടായി. എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ? ഈ തൊഴിലുമായി ബന്ധപ്പെട്ട്, എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? മേശിരിപ്പണിക്കാരനായ ശശി ഇന്നോ നാളെയോ മരിച്ചെന്ന് വരാം. പക്ഷേ ഇളവൂർ ശശി എന്ന വ്യക്തി, ഒരെഴുത്തുകാരൻ, ഒരു കഥയിലൂടെയോ അല്ലെങ്കിൽ ഒരു വാക്കിലൂടെയോ ഒരു വരിയിലൂടെയോ എങ്കിലും ജീവിച്ചിരിക്കണം എന്നൊരാഗ്രഹമാണ് ഏറെയുള്ളത്.
പിന്നെ പ്രവാസത്തിലേക്ക് കഴിഞ്ഞ 15 വർഷക്കാലം 2000-ൽ ഡോക്ടർ എം ലീലാവതി എഡിറ്ററായിരുന്ന സർഗധാര എന്ന മാസികയിലായിരുന്നു എൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ച് വന്നത്, പെരുന്തച്ഛൻ്റെ മകൻ എന്നുള്ളത്. അതിനുശേഷം 2004 കലാവീക്ഷണത്തിലും, അതിനുശേഷം 15 വർഷം ഞാൻ പ്രവാസിയായിരുന്നു. അപ്പോഴെങ്ങും ഒരു കഥയും എഴുതിയില്ല, ഒരു നോവൽ മാത്രമാണ് എഴുതിയത്. അതും അവിടെ ഇരിപ്പുണ്ട്, ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് 2019 ശേഷം കൊറോണ പ്രവാസം കഴിഞ്ഞ് വന്നപ്പോഴാണ് വീണ്ടും കഥയിലേക്കൊക്കെ കടന്നത്. ഇപ്പം വീണ്ടും കഥയിലേക്കൊക്കെ തന്നെ, കഥ എൻ്റെ ഉള്ളിലുള്ളതാണ്, അത് എൻ്റെ ജീവിതങ്ങൾ തന്നെയാണ്, ചുറ്റുപാടുമുള്ള ജീവിതങ്ങളൊക്കെ തന്നെയും. നമ്മൾ നോക്കുന്ന വീക്ഷണ കോണാണ് വ്യത്യസ്തം. ആ ഒരു എല്ലാ മനുഷ്യരും ഓരോ മനുഷ്യരെയും നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് ഓരോ കാഴ്ചകളും. പക്ഷേ നമ്മൾ നോക്കുന്ന വീക്ഷണ കോണ് വ്യത്യസ്തമാകുമ്പോഴാണ് നമുക്ക് അതിൽ വൈചിത്ര്യം എന്തെങ്കിലും തോന്നുന്നത്. അപ്പോഴാണ് നമ്മളത് പകർത്താൻ ശ്രമിക്കുന്നത്. റാസിയുടെ പുതിയ സമാഹാരങ്ങൾ വരാനിരിക്കുകയാണ്. റാസി തന്നെ പറഞ്ഞു, മുൻപുണ്ടായ കവിതകൾ എത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന പോലെ മാജിക്കൽ സ്ട്രീറ്റിസം എന്നുള്ള പുതിയ വാക്ക് തന്നെ റാസി ഉണ്ടാക്കി. ഈ ആദ്യ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ആദ്യ എഴുത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോഴും റാസി പറഞ്ഞൊരു കാര്യം, മുഖ്യധാര പലരും അല്ലെങ്കിൽ ഈ മെയിൻ നമ്മൾ പറയുന്ന വരേണ്യ സ്ഥലങ്ങൾ എങ്ങനെയാണ് അതിനെ മാറ്റി നിർത്തിയതെന്ന്. ഇപ്പോൾ വീണ്ടും പുതിയ പുസ്തകങ്ങൾ വരികയാണ്. പക്ഷേ റാസിക്ക് വായനക്കാരുണ്ട്, റാസിക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പുതിയ പുസ്തകങ്ങളെ പൊതു ഇടത്തിലേക്ക് വെക്കുമ്പോൾ റാസി എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവകാശമൊന്നുമില്ല, വായിക്കുക, എല്ലാവരും വായിക്കുക എന്നുള്ളത്. നമ്മളൊരു വ്യത്യസ്തമായി ഇത്രയും ഇപ്പോൾ മലയാളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 1,24,000 എഴുത്തുകാരുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫേസ്ബുക്കിൽ, ഇൻ്റർനെറ്റിൽ, ട്വിറ്ററിൽ, മറ്റേ സമൂഹ മാധ്യമങ്ങളെല്ലാം 1,00,000-ൽ പരം എഴുത്തുകാരും. അപ്പോൾ ഇവരിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് എൻ്റെ. ഈ വ്യത്യസ്തമായ എഴുത്തിനെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും പോരുന്ന തരത്തിൽ ഒരു സമൂഹം, ഒരു ബദൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല റാസി? ഇപ്പോൾ മഹാനായ MD പത്രാധിപരായിരുന്നു മാതൃഭൂമിയുടെ. MD പത്രാധിപർ അയക്കുമ്പോഴാണ് മേതിലിന് അവസരം കൊടുക്കുന്നത്. മേതിലാണ് ഭാഷയിൽ അന്തകാലത്ത് വിപ്ലവം ഉണ്ടാക്കിയ മനുഷ്യൻ. മേതിൽ അക്കാദമി അവാർഡ് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ 80 വയസ്സായ മനുഷ്യൻ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തത കൊണ്ടുവരുന്നവരെ പെട്ടെന്ന് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. ഇസ്രാഫുണ്ടെന്നാ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് 16 വായനക്കാരെ ഉള്ളത്. അത് TS എലിറ്റിൻ്റെ ഗുരു. അതുപോലെ ഇങ്ങനെ നമ്മളെ കണ്ടെത്തുക, നിങ്ങൾ കണ്ടെത്തുക, വായനക്കാരെ കണ്ടെത്തുക. അത് വായനക്കാർ ഈ മുഖ്യധാര, അതായത് ഈ മുഖ്യധാര പ്രസാധകർ ഈ വായനക്കാരെ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. എങ്ങനെ ഇത്ര എഴുത്തുകാരെങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇത് വായിക്കണം എന്നുള്ളൂ. പക്ഷേ മികച്ച വായനക്കാരുണ്ട് മലയാളത്തിൽ. വായനക്കാരാണ് എഴുത്തുകാരൻ്റെ മുകളിൽ. ഞാൻ വായനക്കാരനാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും, രണ്ടാമതേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ല എഴുത്ത് നല്ല വായനക്കാരൻ്റെ ബാധ്യത കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തിൻ്റെ രാഷ്ട്രീയം പങ്കുവെക്കുകയാണ് ഇവിടെ ധനുജ ചേച്ചി സൂചിപ്പിച്ചെടുത്തത്. ഇത് ചാരുകസേരയിൽ നിന്ന് മാത്രമല്ല, AC മുറിയിൽ നിന്ന് മാത്രമല്ല എഴുത്തുണ്ടാകുന്നത് എന്ന് തെളിയിക്കുകയായിരുന്നു ഇവരെല്ലാവരും. ഇവിടെ ചർച്ച മാത്രമാണ് അവസാനിക്കുന്നത്. ഈ സംവാദങ്ങളും ഇവരുടെ എഴുത്തുകളും ഇവരുടെ അഭിപ്രായങ്ങളും ഇനിയും തുടരും എന്നുള്ള പ്രതീക്ഷയോടെ ഈ പാനൽ ഡിസ്കഷൻ ഇവിടെ സമാപിപ്പിക്കുകയാണ്. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. ഈ പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്ത മോഡറേറ്റർ അനൂപ ബച്ചൻ മാഡത്തിനും മറ്റിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വളരെ മികച്ച ഒരു ചർച്ചയായിരുന്നു. വിവിധ തലങ്ങളിലേക്ക് അരികുവൽക്കരിക്കപ്പെട്ട ജീവിതം, എഴുത്തും അതുപോലെ തൊഴിലും ഇഴചേരുമ്പോഴെന്ന വിഷയത്തെ സമഗ്രമായി ഇഴകീറി പരിശോധിച്ച ഒരു ചർച്ചയ്ക്കായിരുന്നു ഇവിടെ കളമൊരുങ്ങിയത്. ഇതിൽ ഏതാണ്ട് എല്ലാ ആൾക്കാരുടെ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. ബാർമാനും അതുപോലെ ധനുജ മാഡത്തിൻ്റെ കൃതിയും. മോഡറേറ്റർ തന്നെ സാധാരണ നല്ല എഴുത്തുകൾ ഫേസ്ബുക്കിലൊക്കെ എഴുതാറുണ്ട്, പുസ്തകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നല്ല എഴുത്തുകാരിയാണ്. സുഭാഷ് ഓട്ടുംപുറം, ശ്രീ ഇളവൂർ ശശി, റാസി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മോഡറേറ്റർ അവസാനം പറഞ്ഞതുപോലെ ഇത് അവസാനിക്കുന്നില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു സൈഡ് ലൈനാക്കി മാറ്റിയിട്ടുള്ള ആൾക്കാരുടെ ജീവിതവും തൊഴിലും നമ്മൾ മുഖ്യധാരയിലേക്ക് വരേണ്ട ഒത്തിരി എഴുത്തുകാർ തന്നെയാണ് ഇവരെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്.